ഫെലിക്സ്, റാം 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 എന്നൊരു പേര്, രണ്ട് പേര് കർത്താവിനെ കാണിക്കുന്നു. ആത്മാവിനോട് പറയുന്നു, ഈ റാമുമായി നിന്റെ ജീവിതത്തിൽ ഭയങ്കര ട്വിസ്റ്റ് സംഭവിക്കും. ഈ റാം എന്ന് പറയുന്ന ഈ സെക്കൻഡ് നെയിം പോലെയുള്ള ഈ വ്യക്തിയോട് നീ കണക്ട് ആകുമ്പോൾ നിന്റെ ശുശ്രൂഷയുടെ അടുത്ത റലം ഓപ്പൺ ആകുവാൻ പോകുകയാണ്. ഒരു പാറ്റേൺ മാറുന്ന പോലെ ആത്മാവ് അത് മാറ്റുന്നതിനെ കാണിക്കുന്നു. അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു പ്ലേസുമായിട്ട് നീ റിലേറ്റഡ് ആകുന്ന കർത്താവിനെ കാണിക്കുന്നു. ആത്മാവിനെ കാണിക്കുന്നു. ഇൻസ്ട്രുമെന്റൽ പ്ലേ ചെയ്യുന്ന വ്യക്തികൾ നീയുമായി കണക്ട് ആകും. ഇൻസ്ട്രുമെന്റ് ശബ്ദം വരുന്ന പോലെയുള്ള ഒരു ശബ്ദം ആത്മാവിൽ, പ്രവചനാത്മാവിൽ ഞാൻ കേൾക്കുന്നു. എന്നെ ആത്മാവ് കാണിക്കുന്നു, നീ ഒരു മിനിസ്ട്രിയുമായിട്ട് പുറത്തു വരുവാൻ പോകുകയാണ്. ഈ 7 മുതൽ 9 ഈ മാസങ്ങൾക്കകത്ത് ഒരു ഭയങ്കര ഷിഫ്റ്റ് നിന്റെ മിനിസ്ട്രിയുടെ മേൽ കർത്താവ് ചെയ്യും. എനിക്കറിയത്തില്ല തുടങ്ങിയുണ്ടോ തുടങ്ങിയിട്ടില്ലേ എന്ന്. ആത്മാവിനെ കാണിക്കുന്നു, നീ തുടങ്ങുവാൻ പോകുകയാണെന്ന്. ഒരു പ്രൊഫറ്റിക്കൽ മാൻഡൽ, പ്രത്യേക പൈശാചിക മണ്ഡലത്തിൽ, പ്രത്യേക ഈ ഔട്ടർ അപ്പിയറൻസ് ഭയങ്കരമായിട്ട് പൈശാചിക അറ്റാക്ക് മുഖാന്തരം വളരെ 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 ബാഡ് കണ്ടീഷനിൽ നിൽക്കുന്ന അങ്ങനെയുള്ള ചില വ്യക്തികളുടെ മേൽ ഭയങ്കര ഡെലിവറൻസ്, ഹീലിംഗ്സ്, എന്നെ അങ്ങനെ പേരുകൾ കർത്താവ് കാണിക്കുന്നു. ഈ അങ്ങനെയുള്ള സമുദായങ്ങളുടെ ഇടയിലേക്ക് കർത്താവ് നിങ്ങളെ മൂവ് ചെയ്യിക്കുന്നു, എന്നെ കാണിക്കുന്നു. നിങ്ങളുടെ സ്ത്രീലിംഗ് അത് മറ്റൊരു വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു ഭയങ്കര ജ്വാല കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ജ്വാലയുടെ അകത്തേക്ക് നിങ്ങൾ കയറി പോകുന്നതിനെ കാണിക്കുന്നു. റിലേറ്റഡ് ആയിട്ട് നിന്റെ കുടുംബത്തിന്റെ അകത്ത് റിലേറ്റഡ് ആയി കിടക്കുന്ന ചില വിഷയങ്ങളെ മേൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. പ്രൊഫറ്റിക്കൽ മാൻഡലിന് വേണ്ടി ഒരുങ്ങുവാൻ പരിശുദ്ധ ആത്മാവ് പറയുന്നു. നീ ഒരു എലീശയുടെ മാൻഡൽ കൈകാര്യം ചെയ്യാൻ പോകുന്നു. ആത്മാവിനോട് പറയുന്നു, എലീശയുടെ മാൻഡൽ, എലീശയുടെ മാൻഡൽ. ഏലിയാവിൽ നിന്ന് ഈ മാൻഡൽ പകരപ്പെട്ടു ഏലീശയിൽ നിന്ന് ഈ മാൻഡൽ എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ മാൻഡൽ നിന്റെ മേൽ റിലേറ്റഡ് ആകുന്ന ആത്മാവിനെ കാണിക്കുന്നു. മരണത്തിൽ കിടക്കുന്ന വ്യക്തികളുടെ അടുക്കിലേക്ക് നീ മൂവ് ചെയ്യുന്ന ആത്മാവിനെ കാണിക്കുന്നു. ആത്മാവിനെ കാണിക്കുന്നു. മരണത്തിൽ നിന്ന് വ്യക്തികളെ നീ പറിച്ചെടുക്കുവാൻ പോകുന്ന ആത്മാവിനെ കാണിക്കുന്നു. Fire! Fire! Oh, yes, Kata. Libros Meniata, Ramses Keni, Ramses Keriata La Prasaka. Ha. Oh, Ramses Keni. Ramses Keriata. ഞാനിവിടെ ഇരിക്കുമ്പോൾ കർത്താവിനെ കാണിച്ച ഒരു പേര് ഓൺലൈനിലൂടെ പറയാൻ കർത്താവിനോട് പറഞ്ഞു. ഒരു രാഗിനി ആൻഡ് ശ്യാം, അങ്ങനെ ഒരു പേര് കർത്താവിനോട് പറയാൻ പറയുന്നു. ഈ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന വ്യക്തികൾ, ഇത് പിന്നീട് വാച്ച് ചെയ്യുന്ന വ്യക്തികൾ, അങ്ങനെ ഈ പേരുള്ള വ്യക്തി ഇത് കേൾക്കുന്നുവെങ്കിൽ, ഇത് വാച്ച് ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ താഴെ ഇതിൽ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളുടെ മേൽ അസാധാരണമായ പ്രവർത്തികൾ ചെയ്യുവാൻ പോകുന്നു.
ഓ സതാകാമസേതെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. ഈ ജനത്തിന്റെ മേൽ പുതിയ നിറവുകൾ തുറന്നതിനാ സ്തോത്രം. In Jesus' name. Amen. Amen. Hallelujah. Oh Jesus. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah. ഇന്ന് പകലിൽ എൽ ഇറ ഗ്ലോബൽ മിനിസ്ട്രീസിൻ്റെ ഈ ഹീലിംഗ് ആൻഡ് പ്രൊഫറ്റിക്കൽ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാരെ, എല്ലാ ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളൊരു മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുകയല്ല, നിങ്ങളൊരു റിവൈവലുമായി കണക്ട് ആയിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഒരു ഉണർവുമായിട്ട് കണക്ട് ആയിരിക്കുകയാണ്. അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിയുമായിട്ട് നിങ്ങൾ കണക്ട് ആയിരിക്കുകയാണ്. ആത്മമണ്ഡലത്തിന്റെ ചില പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണുകൾ ചിലരുടെ മേൽ വീഴുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. അതിനെ പിടിച്ചെടുത്തു കേട്ടോ. സ്പിരിറ്റിൽ അതിനെ കണക്ട് ആകുന്നവർ അതിനെ പിടിച്ചെടുത്തു. റാംസ പ്രേഷകീന സെഖേലാമ ലീബ്രോസ് മേനിയ തേറാഖൂസ് മേനിയ. എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെയും ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ട്രെയിനിങ് പോയിന്റ് ആണെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് എന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തോ നിങ്ങളുടെ യാത്രകളിലോ മറ്റോ ഇടങ്ങളിൽ നിങ്ങൾ ഈ മീറ്റിംഗുമായി കണക്ട് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ഇപ്പോൾ ആത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് തന്നെ ഇറങ്ങി നിങ്ങളെ ചലിപ്പിക്കുന്ന, മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അസാധാരണമായ ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പോകുന്നു. വിശ്വസിക്കുക. Oh Jesus. Hallelujah. Hallelujah. പിന്നീട് ഈ ഓൺലൈൻ മീറ്റിംഗ് വാച്ച് ചെയ്യുന്ന വ്യക്തികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഹല്ലേലൂയ. കുറച്ചും കൂടെ ഒഫീഷ്യലായി തന്നെ ഈ മീറ്റിങ്ങിൽ ചില കാര്യങ്ങൾ കൂടെ പങ്കുവയ്ക്കുവാൻ ദൈവവചനം പഠനത്തോട് കർത്താവ് എൻ്റെ അകത്ത് തന്ന വചനം, ഈ പ്രാരംഭ ഓൺലൈൻ മീറ്റിംഗ്, നമ്മുടെ ഓപ്പണിംഗ് മീറ്റിംഗ് ആയി ഞാൻ ഈ മണിക്കൂറുകൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു 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 ഫ്രെയിമിൻ്റെ അകത്ത് നിൽക്കുവാൻ കുറച്ചും കൂടെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് ഞാൻ വിട്ടുപോകുന്നില്ല എന്നുള്ളതല്ല. കുറച്ചും കൂടെ പരിശുദ്ധാത്മാവ് ഈ മിനിസ്ട്രിയെ കുറിച്ച് കർത്താവ് എനിക്ക് തന്ന ദർശനം, ഹല്ലേലൂയ, കർത്താവ് ഈ പട്ടണത്തോട് പറഞ്ഞ ദൂത് നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് റെക്കോർഡായി കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുവാൻ ചിലത് റിപ്പീറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാരംഭ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ ചിലത് റിപ്പീറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് റെക്കോർഡായി കിടക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം എൻ്റെ അകത്ത് തന്നതുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഓ ജീസസ്. തുടക്കത്തിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ചില വാക്കുകളെല്ലാം ഈ ദിവസങ്ങൾ ഞാനുമായിട്ട് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, ഞാൻ കർത്താവ് ദൈവവചനമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ കർത്താവിനെ
പഠിപ്പിക്കുകയും എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത വചനമാണ് യെഹെസ്കേൽ പ്രവചനം. അദ്ദേഹത്തിന് അറിയത്തില്ല, ഞാനത് പറഞ്ഞിട്ടുമില്ല. അവ എന്നോട് പറഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞ കുറേ വാക്കുകളുണ്ട് കേട്ടോ. അതെല്ലാം ഈ ഓൺലൈൻ കൂടെ ഉള്ളത് കൊണ്ട് ഒരു വേർഡ് ഇതിൻ്റെ അകത്ത് പ്രകാശിപ്പിച്ച് പുറത്തു വരണം എന്നുള്ളത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ അതിൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി ഞാൻ ചിലത് തൊടുവാൻ പോവുകയാണ്. കർത്താവിനോട് പറഞ്ഞു, യെഹെസ്കേലിന്റെ മേൽ യഹോവയുടെ കരം വന്നു 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 വന്നു. ഇത് എൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കയറി കൂടിയ ഒരു വേർഡാണ്. ഹല്ലേലൂയ. അവൻ്റെ മേൽ കരം വന്നപ്പോൾ പിന്നീട് വായിക്കുമ്പോൾ അവൻ്റെ റലമൊക്കെ ഭയങ്കര ചേഞ്ചായി, മിനിസ്ട്രി ചേഞ്ച് ആകുന്നു. അവൻ്റെ സീയിങ് റിലം, ഹിയറിംഗ് റിലം, എക്സ്പീരിയൻസിങ് റിലം, സ്പിരിറ്റ് മണ്ഡലത്തിലുള്ള മാനിഫെസ്റ്റേഷൻ, ഇതിലെല്ലാം ഭയങ്കരമായിട്ടുള്ള വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വളരെ കടുത്ത വ്യത്യാസങ്ങൾ ഉണ്ടായി. ഇന്ന് പകലിൽ അതേ പ്രവചനദൂത് ഇതിൻ്റെ അകത്ത് ആസ് എ പ്രോഫറ്റ് ഓഫ് ഗാഡ് ഞാൻ പ്രവചിക്കുന്നു. ദൈവത്തിന്റെ കരം ചിലരുടെ മേൽ ഇറങ്ങുവാൻ പോകുകയാണ്. ആ കരം ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തിന്റെ ആട്ടിമുടിയെ മാറ്റുവാൻ, ആട്ടിമുടിയെ മാറ്റുവാൻ, ആട്ടിമുടിയെ മാറ്റുവാൻ സ്വർഗത്തിന് കഴിയും. ആൾ മാറിയതുപോലെ. ഞാൻ ഈ വേർഡ് വായിക്കുമ്പോൾ ഞാൻ വേർഡ് വായിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി പ്രസംഗമായിട്ടോ ഒരു ദൂത് പ്രകാശനമായിട്ടൊന്നും എനിക്ക് വായിക്കാൻ പറ്റാറില്ല. ഞാനൊരു റിയാലിറ്റി ആയിട്ടാണ് വചനം വായിക്കാറ്. ഹല്ലേലൂയ. അതിലെന്തോ പറഞ്ഞിരിക്കുന്നുവോ അത് ഇന്നും നടക്കുവാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കരം യെഹെസ്കേലിന്റെ മേൽ വന്നപ്പോൾ അവൻ കേബാർ നദിയുടെ തീരത്തിരിക്കുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് യഹൂദ പ്രവാസികളുടെ ബാബേലിൽ യഹൂദ പ്രവാസികളുടെ അടുക്കലേക്ക് സ്പിരിറ്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടു, ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അവൻ കേബാർ നദിയുടെ തീരത്തിരുന്ന മനുഷ്യൻ പെട്ടെന്ന് കൽദായരുടെ ദേശത്ത് ബാബിലോണിൽ പെട്ടെന്ന് പ്രവാസികളുടെ മധ്യത്തിലേക്ക് എത്തപ്പെട്ടു. ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വന്നാൽ അസാധാരണമായി ഫിസിക്കൽ ചേഞ്ചുകൾ, ഫിസിക്കൽ മൂവുകൾ സംഭവിക്കുവാൻ പോകുന്നു. എല്ലാവരും എന്റെ പ്രസംഗ വിഷയം ആരോട് പ്രവചിക്കുകയാണ്. നീ ഇത് കേൾക്കുമ്പോൾ തന്നെ അത് നിന്നോട് തന്നെയാണ് പറയുന്നത്. ഈ കർത്താവിന്റെ കരം നിന്റെ മേൽ വന്നാൽ ഫിസിക്കൽ ഷിഫ്റ്റുകൾ. കുവൈറ്റിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക്, കുവൈറ്റിൽ നിന്ന് ആത്മാവിനോട് പറയുന്നു, ആരോടോ പറയുന്നു, കുവൈറ്റിൽ നിന്ന് ന്യൂസിലൻഡുമായി ഒരു വിസ, ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നു. കോണ്ടാക്ട് ചെയ്യുക. റമന സഖത്തെ റാംസസ് ഖേനിയ. ഈ കരം ഏലിയാവിന്റെ മേൽ വന്നപ്പോൾ അന്നത്തെ ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും വേഗതയിലോടുന്ന ആഹാബിന്റെ രഥത്തെ വലിക്കുന്ന കുതിരകളുടെ മുന്നിൽ ഓടുവാൻ ഏലിയാവിന്റെ മേൽ ഒരു ഭയങ്കര കവറിങ്, ഒരു ഭയങ്കര കവറിങ് ഏലിയാവിന്റെ മേൽ വന്നു. ചിലരുടെ മേൽ അടുത്ത ശുശ്രൂഷയുടെ തലങ്ങളിൽ ആത്മാവിൽ ഞാൻ കാണുന്നു, ഇനി നീ പ്രവചിച്ച് തീരുന്നവനല്ല. നിന്റെ ഫിസിക്കൽ ട്രാൻസ്പോർട്ടേഷൻസ്, ഫിസിക്കൽ മൂവ്, ഫയർ. പ്രവചന മണ്ഡലം ആത്മാവിനോട് പ്രവചിക്കുവാൻ പറയുന്നു. പ്രവചിച്ച് ഹൈറിലത്തിൽ വെച്ചിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക്
ഫിസിക്കലി ഭയങ്കര ചേഞ്ചുകൾ നടക്കുന്ന വിധത്തിലുള്ള ഒരു ഭയങ്കര മിനിസ്ട്രിയുടെ തലങ്ങൾ ആത്മമണ്ഡലത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. ശുശ്രൂഷകന്മാർ അടുത്ത ലെവലിന് വേണ്ടി അരമുറുക്കുവാൻ ആത്മാവിനോട് പ്രവചിക്കുവാൻ പറയുന്നു. നീ ഒരു പ്രവചനത്തിന് വേണ്ടി അതിന്റെ തലങ്ങളിൽ മാത്രം കെട്ടിക്കിടക്കാതെ അടുത്ത മൂവ്മെന്റ് കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സീസൺ ഓപ്പൺ ആകുവാൻ പോകുന്നു. ഫയർ അതിന് ഈ ജനം പ്രാപിച്ചെടുക്കട്ടെ. ജീസസ്. ഫീഡ്ബാക്ക് കുറച്ച് ബേസ് വരും എനിക്ക്. പാസതീന രാംതേ സേ രമന ഹസിരേരേരേ തയ്യാറാവുക ശുശ്രൂഷകന്മാർ. അടുത്ത മാനിഫെസ്റ്റേഷനുകൾക്ക് വേണ്ടി തയ്യാറാവുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു മാസ്റ്റർ. ഒന്നുകൂടെ ഒഫീഷ്യലായി ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. റെക്കോർഡിക്കലായി ചിലത് കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടെ ചേർന്ന് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകി തരുവാൻ തന്ന പ്രവചന ദൂതുകൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ ഈ പുറം ഭാഗങ്ങൾ ഹീലാകുന്ന കർത്താവിനെ കാണിക്കുന്നു. എന്നെ ഈ പുറം ഭാഗത്ത് ഇരുഭാഗത്ത് ഒരു വര കർത്താവിനെ എങ്ങനെ കാണിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഈ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഇഷ്യൂകൾ ഉണ്ടെങ്കിൽ കർത്താവ് അവരെ ഹീൽ ചെയ്യാൻ പോവുക. നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ സൗഖ്യമായിട്ടിരിക്കും. ഈ ഓൺലൈനിൽ അങ്ങനെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവ ശക്തി അടിക്കാൻ പോവുകയാണ്. ഹീലിങ്ങുകൾ സംഭവിക്കുന്നു. ഇതൊരു ഹീലിംഗ് മീറ്റിംഗ് ആണ്. വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് കൂടുതൽ നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണ്. ചില മുഴകൾ പുറം ഷോൾഡറിന്റെ ഈ പുറം ഭാഗത്ത് 2 മുഴകൾ അപ്രത്യക്ഷമാകുന്ന കർത്താവിനെ കാണിക്കുന്നു. 2 മുഴകൾ. അങ്ങനെ സൗഖ്യം ആവശ്യമുള്ളവർ നിങ്ങളുടെ ആ ഭാഗങ്ങൾ ഇപ്പോൾ കരങ്ങൾ വെക്കുക. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. Be healed. Every spirit of overgrowth, I command you, you spirit of demon, out in the name of Jesus Christ. Oh Jesus. അങ്ങനെയുള്ള വ്യക്തികൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഹീലിംഗ് ഏറ്റെടുക്കുക. ഓൺലൈനിലുള്ളവർ ഹീലിംഗ് ഏറ്റെടുക്കുക. പ്രാപിക്കുന്ന മീറ്റിംഗ് ആണ്. ഒരു മീറ്റിംഗ് കണ്ടേച്ചു പോകുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ ബ്രദറിൻ്റെ ആണ്. ഒന്ന് പോയേച്ചു വരാം എന്നുള്ള ഒരു തലമല്ല പ്രാപിക്കുന്ന. നിങ്ങളുടെ അകത്ത് പരിശുദ്ധി ആത്മാവ് അടുത്തത് ചിലതിനെ മുളപ്പിക്കുന്ന, ചില പകക്കിരിക്കുന്ന വിത്തുകളെ മുളപ്പിക്കുന്ന ഒരു പകലായി തീരട്ടെ. ചിലരുടെ മേൽ അത് മുളച്ചു വരുന്നു, ചിലരുടെ മേൽ അത് മുളച്ചു വരുന്നു, ചിലരുടെ മേൽ അത് മുളച്ചു വരുന്നു. ഞാൻ ഈ പേര് പറഞ്ഞപ്പോൾ എന്നോട് ഒത്തിരി പേര് ഇത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇത് ബൈബിളിലെ പേരാണോ, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഇവിടേക്ക് ഞാൻ എത്താൻ ഒരു പ്രസവ വേദനയേക്കാൾ അധികം വേദനയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെ പ്രസവ വേദന ബ്രദർ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്കറിയാം. എത്ര വർഷങ്ങൾ വേദനയിലൂടെ തകർക്കപ്പെട്ട് ഒറ്റപ്പെട്ട്
ഇതെല്ലാം മടക്കി വെച്ച് അടുത്ത പരിപാടി നോക്കിയാൽ എന്ന് ചിന്തിക്കുന്ന തലങ്ങളിലൂടെ പോലും കടന്നുപോയി. അവിടെ എല്ലാം എൻ്റെ മുറിക്കകത്ത് ഞാൻ പ്രാപിച്ചിരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എന്നോട് സംസാരിച്ചിരുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, ദൈവ ശബ്ദമുണ്ട്. അതിനെല്ലാം കീഴ്പ്പെട്ട് ഞാനിരുന്നു. കർത്താവ് 1-2 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ശബ്ദം സ്വപ്നത്തിലൂടെ കർത്താവ് എനിക്ക് നൽകി തന്നു. ഇത് റെക്കോർഡിക്കലായി നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കർത്താവ് എന്നെ ഇറ എന്നൊരു ശബ്ദം കാണിച്ച് എന്നെ കേൾപ്പിച്ചു. എന്നിട്ട് ഇറ എന്താണെന്ന് സ്വർഗം തുറന്ന് എനിക്ക് കാണിച്ചു തന്നു. കുറെ ലയറുകൾ ഇതിനകത്ത് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഇറ എന്ന് പറയുന്ന ഒരു പദം നിങ്ങൾക്കറിയാം, അതൊരു യുഗം, ഒരു കാലഘട്ടം എന്നാണ് ഇതിൻ്റെ ഒരു ഗൂഗിൾ മീനിങ്, സെക്കുലർ മീനിങ്, എ പീരീഡ് ഓഫ് ടൈം. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വലിയ കാലഘട്ടത്തിൻ്റെ അകത്ത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സെർട്ടൻ പീരീഡ്, ഒരു കാലഘട്ടം. ഇതാണ് ഒരു സെക്കുലർ മീനിങ്. ഒരു യുഗം, ടൈം, കാലഘട്ടം ഒക്കെയാണ്. പക്ഷെ കർത്താവ് എനിക്ക് എടുത്ത് കാണിച്ചു തന്ന ഈ ഇറ, ഇറ്റ്സ് നോട്ട് ടൈം. ഇതൊരു ടൈം അല്ല, ഇതൊരു പീരീഡായിട്ട് ഇതിനെ കണക്ട് ചെയ്യുവാൻ കഴിയും. എങ്കിലും ഇതൊരു പീരീഡ് അല്ല, ഒരു ടൈം അല്ല. കർത്താവ് എനിക്ക് ഒരു ലെയറാണ് സ്വർഗത്തിൽ ഈ ഇറയെ കാണിച്ചു തന്നത്. ഇതിൻ്റെ അകത്ത് 3 ലെയറിനെ കർത്താവ് എനിക്ക് കാണിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, എന്നെ കണക്ട് ചെയ്ത ഈ ലെയറിൻ്റെ അകത്ത് കയറ്റി എന്നോട് പറഞ്ഞു, ഒരു മിറക്കിൾ ഇറയാണ് ഞാൻ നിനക്ക് ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത്. മിറക്കിൾ ഇറ, ഹീലിങ്സ്, മിറക്കിൾസ്, മിറക്കിൾസ്. ഒന്നുകൂടെ ഞാൻ അതിനെ കുറച്ചും കൂടെ അതിനെ ഞാൻ പഞ്ച് ചെയ്ത് പറയട്ടെ. മിറക്കിൾസ്, അതിൻ്റെ അകത്ത് ഹീലിങ്സ് ഉണ്ട്, മിറക്കിൾസ്. ഒന്നുകൂടെ പറഞ്ഞ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വളരെ സത്യമാണോ എന്ന് ചിന്തിക്കുവാൻ തോന്നുന്ന വിധത്തിലുള്ള മിറക്കിൾസുകൾ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെയുള്ള അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്ത ഒരു വേർഷൻ കർത്താവ് ഈ എൻഡ് ടൈമിൽ തുറക്കുവാൻ പോവുകയാണ്. എന്റെ കർത്താവ് തുറന്ന് ഈ ഇറയെ തുറന്ന്, ഈ മിറക്കിൾ ഇറയെ തുറന്ന് അതിലേക്ക് എന്നെ ട്രാൻസ്പോർട്ട് ചെയ്തു. ഒത്തിരി ഡീറ്റെയിലുകൾ എന്നെ കാണിച്ചു. എനിക്കതിനെ തുറന്ന് എല്ലാം ഇതിൻ്റെ അകത്ത് പറയുവാൻ കഴിയത്തില്ല. സമയം വരികയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യും തോറും, സ്പിരിറ്റിൽ നാം അപ്ഗ്രേഡ് ചെയ്യും തോറും നമുക്കത് കേൾക്കുവാൻ കഴിയട്ടെ. എന്നിട്ട് കർത്താവ് ഇന്ന് ഹയർ റിലത്തിൽ നിൽക്കുന്ന 2 വ്യക്തികളുടെ മിനിസ്ട്രിയെ എൻ്റെ മുകളിൽ നിന്ന് താഴെ കാണിച്ചു തന്നു. എന്നിട്ട് കർത്താവിനെ കാണിച്ചു. അവർ മിനിസ്റ്റർ ചെയ്ത് നോക്കുക. എന്നിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ ഇറയിലേക്കാണ് കണക്ട് ചെയ്യിക്കുന്നത്. ഞാൻ നോർത്തിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒരു വേർഡ് ഇങ്ങനെയാണ്, നീ ആരുമായി ഉടമ്പടി ചെയ്യരുത്. മറ്റൊന്നോട് പറഞ്ഞൊരു കാര്യം, നിന്നോട് കൂടെ സഹവാസം ചെയ്യുന്ന ജനം യഹോവയുടെ പ്രവൃത്തികളെ കാണും. നിങ്ങൾക്ക് തോന്നുന്നു ഇതിനകത്തൊരു മീറ്റിങ്ങിന് വന്നിരിക്കുന്നു എന്ന്. പക്ഷെ പരിശുദ്ധ ആത്മാവിനോട് പറയുകയാണ്, ഈ അഭിഷേകത്തിന്റെ ഈ അംബ്രലയുടെ അണ്ടറിൽ കടന്നു വന്നിരിക്കുമ്പോൾ, കണക്ട് ആകുമ്പോൾ, ഒരു ദൈവിക പ്രവൃത്തിയുമായി നിങ്ങൾ കണക്ട് ആകുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് നിന്റെ ഭവനത്തിൽ എണ്ണി
നീ അനുഭവിക്കുവാൻ പോകുകയാണ്. നിന്റെ ശുശ്രൂഷയിൽ നീ അത് എണ്ണി എണ്ണി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുകയാണ്. അവിടെ കൊണ്ട് ആ തലങ്ങൾ ഞാൻ നിർത്തട്ടെ. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഈറയുമായി കണക്ട് ആകുക. കുന്നംകുളത്തെ കുറിച്ച് തുടർമാനമായി വെളിപ്പാടുകൾ എനിക്ക് തരുവാൻ തുടങ്ങി. പറഞ്ഞു, എൻ്റെ നാടാണ്, എനിക്കത് കഴിയത്തില്ല. ഞാൻ വീണ്ടും എൻ്റെ പഴയ സ്ഥലത്ത് പോയി കുറച്ച് നാൾ മിനിസ്റ്റർ ചെയ്തു. വീണ്ടും മറ്റിടങ്ങളിൽ പോയി കണക്റ്റായി നിന്നു. പക്ഷെ പരിശുദ്ധാത്മാവിനെ പുഷ് ചെയ്ത് തുടങ്ങി. ഞാൻ മടങ്ങി വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഞാൻ മിനിസ്റ്ററി തുടങ്ങാം. ഞാൻ ഡാമേജ് ആകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ തുടങ്ങാം. ഞാൻ എന്ത് പേരിടുമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ചില പേരുകൾ ചിന്തിച്ചു. കർത്താവ് പറഞ്ഞു, നീ പോയി നിന്റെ ഡ്രീം ബുക്ക് എടുത്ത് തുറക്കാൻ പറഞ്ഞു. എനിക്ക് ഡ്രീം ബുക്കുണ്ട് കേട്ടോ. കർത്താവ് എനിക്ക് കാണിച്ചു തരുന്ന ഡ്രീമുകളെല്ലാം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ബുക്ക്, എൻ്റെ ഡ്രീം ബുക്സ്. എനിക്ക് കാണിച്ചു തരുന്ന ബുക്ക് ഡ്രീംസുകളെല്ലാം ഞാൻ എഴുന്നേറ്റ വഴി അത് എൻ്റെ ഡ്രീം ബുക്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് എഴുതി വയ്ക്കും. ഞാനിതിങ്ങനെ വായിച്ചപ്പോൾ 1.5 വർഷം മുമ്പ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയെന്ന ഇറയെ ഞാൻ അതിനകത്ത് കണ്ടു. ഇതാണ് പേര്. ഈ ഇറയാണ് നീ പുറത്തു കൊണ്ടുവരേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ ഇറ എന്നൊരു പദത്തോടു കൂടെ എലോഹീം, ഏകദൈവം എന്നർത്ഥം വരുന്ന ഏൽ എന്നുള്ളൊരു പദം കൂടെ ചേർത്ത് ഇറ ഗ്ലോബൽ മിനിസ്ട്രി എന്നുള്ള പേര് പരിശുദ്ധ ആത്മാവിൽ നാമകരണം ചെയ്തത്. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഇറയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മിറക്കിൾ സ്റ്റാൻഡിലേക്കാണ് നിങ്ങൾ കണക്ട് ആകുന്നത്. ഞാൻ പ്രവചിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധ ആത്മാവ് എന്നോട് വെളിപ്പെടുത്തിയെന്ന പ്രവചനം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ വെളിപ്പെടുത്തുന്ന ഇറ അത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വെളിപ്പെട്ടതുപോലെയുള്ള അസാധാരണമായ മിറക്കിൾസുകളായിരിക്കും റിവൈവൽ സംഭവിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു മീറ്റിംഗിൽ കണക്ട് ആകുന്നത് പോലെ ഒരു വ്യക്തിക്കും ഇതിനകത്ത് കണക്ട് ആവാൻ കഴിയത്തില്ല. ഇതിൻ്റെ അകത്ത് ഒരു അസാധാരണ ദൈവ പ്രവർത്തിക്ക് വേണ്ടി കണക്ട് ചെയ്യുവാൻ പരിശുദ്ധ ആത്മാവ് നിയോഗം തന്നവർ ഇതിൻ്റെ അകത്ത് കണക്ട് ആകും. ഞാനിത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് എന്നോട് ഗലാത്യ ലേഖനം എടുത്ത് വായിക്കുവാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് വായിച്ചപ്പോൾ അവിടെ ഞാൻ കാണുന്നത് യെരുശലേമിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. പൗലോസ് പറയുകയാണ്, എങ്കിലും ഈ അപ്പോസ്തലന്മാരും സഭയും ഇവൻ ക്രിസ്തു സഭയെ മുടിപ്പിച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ മുടിപ്പിച്ച ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നറിഞ്ഞ് അവന് കൈ കൊടുത്തു. എന്നെ കർത്താവ് അതിനകത്തൊരു ദൂത് കൂടെ പ്രകാശിപ്പിച്ച് പറഞ്ഞു, ദൈവസഭയ്ക്ക് മുഖപരിചയമില്ലാത്ത അൺഫെമിലിയർ ആയിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള ചില അഭിഷക്തന്മാരെ ദൈവം അടുത്ത സീസണിന് വേണ്ടി പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. അതിൽ നിന്റെ പേര്, നിന്റെ തലമുറയുടെ പേര്, നിന്റെ സഭയുടെ പേര്, നിന്റെ ശുശ്രൂഷയുടെ പേര് പരിശുദ്ധ ആത്മാവ് എടുത്തു വയ്ക്കുവാൻ പോകുകയാണ്. ഫെമിലിയർ ആയിട്ടുള്ള ഒരു നര
ആത്മമണ്ഡലത്തിൽ നിന്ന് തിരശ്ശീലയ്ക്ക് പുറകിലേക്ക് മാറ്റപ്പെടും. I don't have problem with the familiar people. I love them. I am praying for them. I am being with them. I don't have problem with any familiar person. I'm really thankful for that. And thank to God. ദൈവത്തിന് നന്ദി പറയുന്നു. റബ സഥ റബഹാസ. എന്നാൽ കർത്താവിന് നിഴൽ തട്ടി രോഗികളെ സൗഖ്യമാക്കുന്ന പത്രോസും യോഹന്നാനുമൊക്കെ അരങ്ങു തകർക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ആരും തിരിച്ചറിയാത്ത ഒരു ശവലിനെ പിടിച്ചു കയറ്റി അവന്റെ പേരിനെ മാറ്റി അവന്റെ മേൽ അസാധാരണ ദൈവശക്തിയെ പകർന്നു. എന്നിട്ട് അവനിലൂടെ ചരിത്രത്തെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകലിൽ ദൈവം അങ്ങനെ ചില ശവലുമാരെ എന്നെ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന അഭിഷക്തന് ആത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ സ്വർഗം പുറത്തെടുക്കുവാൻ പോകുന്നു. ഇതിനകത്തുള്ള അഭിഷക്തന്മാരെ നിന്നെ ദൈവം പുറത്തെടുക്കുവാൻ പോകുന്നു. കാറ്റുമാറി വീശുവാൻ പോകുന്നു. ഇത് അടുത്തൊരു സീസണാണ് കേട്ടോ. ആത്മാവിനെ കാണിക്കുന്നു. അടുത്ത ഒരു ചാപ്റ്റർ തുറക്കുന്നത് ആത്മാവിനോട് പ്രവചിക്കുവാൻ പറയുന്നു. ആത്മഗോളത്തിൽ അടുത്തൊരു ചാപ്റ്റർ തുറക്കുവാൻ പോകുകയാണ്. ആത്മാവിന് പാരമ്പര്യത്തിന്റെ കെട്ടുകളെ മുറുകെ പിടിക്കുന്നവരെയല്ല, നൂജന്റെ കാട്ടിക്കൂട്ടലുകൾക്ക് അകത്തു മാത്രം നിൽക്കുന്നവരല്ല, അതിന്റെ അപ്പുറത്ത് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. എന്റെ വാക്കുകൾ തെറ്റുണ്ടെങ്കിൽ forgive me. കർത്താവിന്റെ അകത്ത് തരുന്ന ആ വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. ഈ വെളിപ്പാടിന് വേണ്ടി സജ്ജീകരിക്കപ്പെടുവാൻ പരിശുദ്ധ ആത്മാവിനോട് പറഞ്ഞു. ജനത്തെ സജ്ജീകരിക്കുക. അടുത്തൊരു ഇറ എന്ന് പറയുന്നത് ഈ പൊളിറ്റീഷ്യൻസിനെ, പ്രത്യേകിച്ച് റോയൽ മേഖലകളിലൊക്കെ നിൽക്കുന്നവരെ എല്ലാം ഭയങ്കരമായിട്ട് അഭിഷക്തന്മാർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സീസൺ. അങ്ങനെ ഒരു സീസൺ ഞാൻ നോക്കുമ്പോൾ അഭിഷക്തന്മാരുടെ മേൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ദൈവമഹത്വത്തിന്റെ ഇറങ്ങിപ്പോക്ക് എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ നിൽക്കുന്ന ഇടത്ത് മാനിഫെസ്റ്റേഷനുകൾ സംഭവിക്കും. അവർ കാര്യം ചെയ്യുന്ന ദൈവമഹത്വം മൂലം. അങ്ങനെയുള്ള ഒരു തലം കർത്താവ് സജ്ജീകരിക്കുവാൻ പോകുന്നു. അതിനായി ഒരുങ്ങുക. വേഗത്തിൽ പരിശുദ്ധ ആത്മാവ് എനിക്ക് നൽകി തന്ന പട്ടണത്തോടുള്ള ദൂതുകൾ, അതോടുകൂടെ ഇതിൻ്റെ അകത്തുള്ള വ്യക്തികൾക്കുള്ള ദൂതുകൾ, പ്രവചന ദൂതുകൾ, ഓൺലൈനിൽ തന്നെ വാച്ച് ചെയ്യുന്നവർക്കുള്ള പ്രവചന ശബ്ദങ്ങൾ, വചന ദൂതുകൾ എല്ലാം സ്വർഗം ഹല്ലേലൂയ തുറന്നു തരുവാൻ പോകുന്നു. ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും. ഹല്ലേലൂയ.
നിന്റെ ആധികാരികതയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് 1 ശമൂവേൽ 4-ാം അധ്യായം, 1 ശമൂവേൽ 4-ാം അധ്യായം അതിൻ്റെ 17. ഓ ജീസസ്. 20-21 വാക്യങ്ങൾ വായിച്ചോട്ടെ. 22, 20, 21, 22. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 25 അതിന് 31 വരെയുള്ള ഭാഗം. യേശുവിനെ കരങ്ങളെടുത്ത് ഉയർത്തി. Oh Jesus. ഒന്നുകൂടെ വായിക്കാം. ശിമയോൻ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ഉയർത്തി പറയുന്ന വാക്ക് വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ മഹത്വം എൻ്റെ കണ്ണ് കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ ആദ്യ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞ ഒരു പ്രവചന ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടണത്തോട് പറഞ്ഞ ദൈവ ശബ്ദമായതുകൊണ്ട് അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 4:17 മുതലുള്ള വാക്യത്തിൽ കാണുന്നത്, ദൈവജനത്തിൽ നിന്ന് ദൈവം വിശുദ്ധീകരിച്ച തൻ്റെ രാജ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മഹത്വം ലൂക്കോസിൽ കാണുന്നു. സകല ജാതികൾക്കും പ്രത്യേകിച്ച് ഇസ്രായേലിലുമുള്ള മഹത്വത്തെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇസ്രായേലിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മഹത്വം. ഇതിൻ്റെ ഒരു തിയോളജിക്കൽ മെസ്സേജ് എത്രമാത്രം പറയുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പ്രവചന ശബ്ദം പറഞ്ഞ് ചില ഭാഗങ്ങൾ കൂടെ കോട്ട് ചെയ്ത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ആത്മാവ് എൻ്റെ അകത്ത് നൽകി തന്ന പ്രവചന ശബ്ദമാണ്, ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ട ഒരു സീസൺ. ഞാനൊരു ഇടം എന്നൊക്കെ പറയുമ്പോൾ ചിലരത് ഹനിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ വേർഡ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഞാൻ മനഃപൂർവ്വമാണ്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിപ്പോയ ഒരു സീസൺ. ഈ ഭാഗവുമായി ലൂക്കോസുമായി എന്നെ കണക്ട് ആക്കിയപ്പോൾ പരിശുദ്ധ ആത്മാവിനോട് പറഞ്ഞത്, എന്നാൽ ഇറങ്ങിപ്പോയ മഹത്വം മടങ്ങി വരുന്ന ഒരു സീസൺ. നീ പട്ടണത്തോട് പ്രവചിക്കണം. നിന്നിൽ നിന്ന് നീ അറിഞ്ഞോ അറിയാതെയോ ഇറങ്ങിപ്പോയ
മാറിപ്പോയ മഹത്വം, അതിന് സ്വർഗം നീ ലാക്കിംഗ് അനുഭവിച്ച ഇടം, അത് ഏതാണോ അവിടേക്ക് ദൈവം മടക്കി കൊണ്ടുവരുവാൻ പോകുന്നു. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം ഇന്ന് പകലിൽ ഞാൻ ഈ മഹത്വം എന്ന് പറയുമ്പോൾ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഏതാണോ, നിന്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഏതാണോ, അതിനെ മടക്കി തരുവാൻ ദൈവം തയ്യാറായി നിൽക്കുന്നു. ആ ഭാഗത്തൊന്നുകൂടെ പ്രസംഗിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. എങ്കിലും ചിലത് റിപ്പീറ്റ് ചെയ്യുന്ന ദൂതുകളായിരിക്കും എന്നുള്ളത് കൊണ്ട് അവിടെ തൊടാതെ വീണ് ഞാൻ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ഇറങ്ങിപ്പോയ ചില മണ്ഡലങ്ങൾ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരുന്നത്, നീ തിരിച്ചു വരുന്നത്, നീ തിരികെ പ്രാപിക്കുന്നത്, നീ അനുഭവിക്കുന്നത്, ഇത് സംഭവിക്കുവാൻ പോകുന്നു. അത് നിന്റെ മേൽ, നിന്റെ സഭയുടെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ പട്ടണത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ അത് ഇത് സംഭവിക്കുവാൻ പോകുന്നു. പിടിക്കപ്പെട്ടുപോയി ശത്രു അപഹരിച്ചു കൊണ്ടുപോയത്. ഈ 1 ശമൂവേൽ വായിക്കുമ്പോൾ അതിന് ചരിത്രങ്ങളുണ്ട് കേട്ടോ. യുദ്ധം ചെയ്ത് യഹോവയുടെ പെട്ടകം, യഹോവയുടെ പെട്ടകം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഇടം. ഇവരുടെ രാജ്യത്തെ ദൈവത്തിന്റെ രാജ്യമെന്ന് ജാതികളുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നതിന് ഒരേ ഒരു കാരണമായ സാക്ഷാൽ ദൈവം അധിവസിക്കുന്ന പെട്ടകം, ഇവരുടെ രാജ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ, പ്രൊട്ടക്ഷന്റെ, അനുഗ്രഹത്തിന്റെ മൊത്തം കാരണമായ ദൈവം അധിവസിക്കുന്ന പെട്ടകം. ആ പെട്ടകം പിടിക്കപ്പെട്ടു. ആ ഭാഗത്ത് ഒന്നുകൂടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ആ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ, വർധനവിന്റെ, ഐശ്വര്യത്തിന്റെ, വളർച്ചയുടെ, ഉയർച്ചയുടെ ഒരേ ഒരു കാരണം ഈ പെട്ടകമാണ്. ഹല്ലേലൂയ. ഈ പെട്ടകം അവരുടെ രാജ്യത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ രാജ്യത്തിന്റെ നന്മകളിൽ ഇടിവ് സംഭവിക്കും, കോട്ടങ്ങൾ സംഭവിക്കും, ഐശ്വര്യമില്ലാതെയാകും. പ്രവചിക്കുന്നു, നിന്റെ മേൽ ദൈവം ഒരു കാലഘട്ടത്തിൽ വെച്ച ഈ മഹത്വം എപ്പോഴെങ്കിലും നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ആത്മാവിനോട് പറയുന്നു, ഇത് നിന്റെ സീസണാ. നിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സമൃദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ സെക്യൂരിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉയർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ മഹത്വം നിന്റെ മേൽ മടങ്ങി വരുന്നതോടുകൂടെ സകലതും നിന്റെ മേൽ റിസ്റ്റോർ ആകുവാൻ പോകുന്നു. ഓ ശഗദേ റാന്തലാബറകസേതെ ശഗദേ ലേഖറോസിയാന്ത. ഈ
മഹത്വം നഷ്ടപ്പെട്ടപ്പോൾ അവിടെയുള്ള റോയൽ ഫാമിലിയിൽ ഒരു സഹോദരി പ്രസവിച്ചു. അവർ പ്രസവിച്ചപ്പോൾ അവിടെ ഏറ്റവും വലിയ ദുഃഖം, യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു. ഏറ്റവും വലിയ ദുഃഖം, വേദന എന്ന് പറയുന്നത് പ്രസവ വേദനയാണ്. പക്ഷെ അവൾക്ക് അതൊരു വിഷയമായിരുന്നില്ല. അവളുടെ പ്രശ്നം, അവളുടെ പെയിനേക്കാൾ അവളുടെ പ്രശ്നം പട്ടണത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള പെട്ടകം ഇറങ്ങിപ്പോയി. ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് എത്ര അഭിഷക്തന്മാർ കരയുവാൻ തയ്യാറാണ്. ദൈവ സാന്നിധ്യത്തെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി എത്ര ദൈവജനം കരയുവാൻ തയ്യാറാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മേലൊരു ദൗത്യം കർത്താവ് നൽകി തരുന്നു. നിന്റെ മേലൊരു ദൗത്യം കർത്താവ് നൽകി തരുന്നു. നീ അതിനെ പ്രാപിക്കുക. നീ മുഖാന്തരം നിന്റെ പട്ടണം, നിന്റെ ലൊക്കേഷൻ, നിന്റെ ഡിസ്ട്രിക്ട്, നിന്റെ സ്റ്റേറ്റ്, നിന്റെ രാജ്യം റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. നിന്റെ കുടുംബം, നിന്റെ സഭ റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. ഈ മഹത്വത്തെ നഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ ആ കുഞ്ഞിനെ ഈ കാബോധന് പേരിട്ടു. മഹത്വം നഷ്ടപ്പെട്ട കുഞ്ഞ്. ഇസ്രായേലിന്റെ മഹത്വം ഇറങ്ങിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. ഈ കുഞ്ഞിനെ ഈ കാബോധന് പേരിട്ടു, മഹത്വം നഷ്ടപ്പെട്ടത്. ചില കീ പ്രൊഫറ്റിക്കൽ വേർഡ് മാത്രം പ്രവചന ശബ്ദമായി ഞാൻ പറയട്ടെ ഇതിനകത്തുനിന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ഇറങ്ങിപ്പോയ മഹത്വം ഇവരുടെ രാജ്യത്ത് നിന്ന് മറ്റ് ചില ജാതീയ രാജ്യങ്ങളിലേക്ക് പോയി. ഈ മഹത്വമാണ് ഐശ്വര്യത്തിന് കാരണം. ഈ മഹത്വമാണ് വർധനവിന് കാരണം. ഈ മഹത്വമാണ് രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സമ്പൽ സമൃദ്ധമാക്കുന്നത്. അഭിഷക്തന്മാരെ, നിന്റെ മേൽ, നമ്മുടെ മേൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമാണ് മുഴുവൻ ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെയും മുഴുവൻ മൂലകാരണം. ഇന്ന് പകലിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ മഹത്വത്തിന് വേണ്ടി വീട് കിടക്കുന്ന അഭിഷക്തന്മാർ തയ്യാറാവുക. ഇത് ഇല്ല എങ്കിൽ നീ എത്ര ശുശ്രൂഷിച്ചാലും വിജയിക്കത്തില്ല. ഒരു പരിധിക്കപ്പുറം കയറി വന്നാൽ ഇസ്രായേൽ വിതയ്ക്കും, കൊയ്ത്ത് വരും. കൊയ്യേണ്ട സമയമാകുമ്പോൾ ശത്രു വന്ന് അടിച്ചോണ്ട് പോകും. പരിശുദ്ധാത്മാവ് ഈ പട്ടണത്തോട് പ്രവചിക്കണം. ഈ പട്ടണത്തിൽ ദൈവം തൻ്റെ ശക്തമായ പദ്ധതിക്ക് വേണ്ടി ഈ മഹത്വത്തെ തുറന്നു വെച്ചതായിരുന്നു പ്രാരംഭ കാലഘട്ടത്തിൽ. എന്നാൽ ഈ പട്ടണത്തിൽ നിന്ന് ഈ മഹത്വം ഇറങ്ങിപ്പോയി. ഈ പട്ടണത്തെ ഉണർവിലേക്ക് കൊണ്ടുവരേണ്ട, ഈ പട്ടണത്തെ ഒരു വലിയ റിവൈവലിലേക്ക് കൊണ്ടുവരേണ്ട, ദൈവ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ട മഹത്വം പട്ടണത്തിൽ ഇല്ല. എനിക്കറിയാം
എത്ര പേർ എന്നോടുകൂടെ എഗ്രി ചെയ്യുമെന്ന്, എന്നെ കല്ലെറിയുമെന്ന് എനിക്കറിയാം. എങ്കിലും പരിശുദ്ധ ആത്മാവിനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ് നിർത്തത്തുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഇതൊരു ഓപ്പണിംഗ് മീറ്റിംഗ് പോലെ ആയതുകൊണ്ട് കുറച്ചും കൂടെ റെക്കോർഡിക്കലായി കിടക്കുവാൻ ദൈവം തന്ന ചില ദൂതുകൾ പറയേണ്ടത് ആവശ്യമാണ്. കർത്താവിനോട് പറഞ്ഞു, ഈ പട്ടണത്തിലാണ് ഞാൻ ഒരു വലിയ റിവൈവൽ സെന്ററായി കണ്ടിരുന്നത്. നീ നോക്കുക, ഈ കെ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുന്നംകുളം എന്ന് ഇടത്തു നിന്ന് ഈ പട്ടണം ഇറങ്ങിപ്പോയി കെ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അയ്യോ, ഇതൊരു കല്ലേറ് വരുവാൻ സാധ്യതയുള്ള വീടാണ്. ആത്മാവിനോട് പറഞ്ഞാണ്, ആത്മീക റിവൈവലിന്റെ ചരിത്രത്തിൽ കുന്നംകുളത്തിന് ഒരു സ്ഥാനം ദൈവം പണ്ട് ഭക്തന്മാരിൽ കൂടെ പ്ലാൻ ചെയ്തതായിരുന്നു. എന്നാൽ ചില ഭക്തന്മാരിൽ നിന്ന് ഈ മഹത്വം ഹാൻഡ് ഓവർ ചെയ്യേണ്ട സമയമായപ്പോൾ ഈ മഹത്വത്തെ വിശുദ്ധിയോടുകൂടെ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് ഈ മഹത്വം പട്ടണം വിട്ട് ഇറങ്ങിപ്പോയി. അസാധാരണമായ ദൈവ പ്രവൃത്തിയാണ് നിന്നിൽ കൂടെ പുറത്തു വരുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അസാധാരണമായ ഒരു വിശുദ്ധ ജീവിതം നിന്നിൽ സ്വർഗം കാണുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ പട്ടണത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനോട് പറഞ്ഞത്, നീ നോക്കുക, ഈ പുതിയ നിയമത്തിലെ പ്രവാചക ശൈലി അല്ലായിരുന്നു ഓൾഡ് ടെസ്റ്റമെന്റ് പ്രവാചക ശൈലി. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഇത് ഗിഫ്റ്റാണ്, പ്രവചന വരമാണ്. ഗിഫ്റ്റായി പകരപ്പെട്ട വരം, പകർച്ചയാൽ പകരപ്പെട്ടതും സ്വയമായിട്ടും പരിശുദ്ധ ആത്മാവിനാൽ പകരപ്പെട്ടതും. എന്നാൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ പ്രവാചകന്മാർ ദൈവാത്മാവിന്റെ വരപ്രാപ്തരായിരുന്നില്ല. പകരം അവർ ദൈവം തന്നെ തന്റെ മുഴുവൻ ആഴത്വത്തോടുകൂടെ അവരുടെ മേൽ അധിവസിച്ച് വെളിപ്പെടുന്നതായിരുന്നു പ്രവചനവരവും മിറക്കിൾ മിനിസ്ട്രിയും. അതുകൊണ്ട് അവരിൽ നാം കാണാത്ത വിശുദ്ധ ജീവിതവും പൊതുവിൽ നിന്നുള്ള സെപ്പറേഷനും അവരിൽ ഉണ്ടായിരുന്നു. അവർ സെപ്പറേറ്റഡ് ആയിരുന്നു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തിനോട് അനുരൂപപ്പെടാതെ, കാരണം അവർ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതായതുകൊണ്ട്, അവർ കോൺസിക്രേറ്റ് ചെയ്ത വ്യക്തി ആയതുകൊണ്ട്, വിശുദ്ധിയിൽ നിലനിന്നതായതുകൊണ്ട് ദൈവത്തിന്റെ ഒരു കോമൺ ഫാക്ട് ക്യാരക്ടറാണ് വിശുദ്ധിയുടെ മേലാണ് ഇറങ്ങി വരുന്നത്. ഇങ്ങനെ വിശുദ്ധിയുടെ മേൽ ഇറങ്ങി വന്നതുകൊണ്ട് ഇവർ തന്നെ അത്ഭുതമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം ദൈവം മൂവിക്കുവാൻ പോകുകയാണ്. വരപ്രാപ്തന്മാരെ ഉപയോഗിക്കുന്ന തലങ്ങളിൽ നിന്ന് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് വിശുദ്ധിക്ക് വേണ്ടി തന്റെ ജീവിതത്തെ കോൺസിക്രേറ്റ് ചെയ്യുന്ന, സമർപ്പിക്കുന്നവന്റെ മേൽ അധിവസിക്കുന്ന ദൈവം
നിന്റെ മേൽ ഈ ദൈവ സാന്നിധ്യം, ഈ മഹത്വം, സാക്ഷാൽ ദൈവം അധിവസിച്ചാൽ നീ ദൈവമായി തീരും. തെറ്റിദ്ധരിക്കരുത്. ദൈവം തരുന്നു നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഞാൻ ദൈവം എന്ന് പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിന്റെ സ്പിരിച്വൽ നിലവാരം ഡിവൈൻ ക്ലാസ് റലമായിരിക്കും. കാരണം ദൈവം അധിവസിച്ചാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലിൽ ഈ പെട്ടകത്തിന്റെ മേൽ ദൈവം അധിവസിക്കുന്നത് കൊണ്ട് അധിവസിക്കുന്ന ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമായിരുന്നു. ദേശത്ത് ഇതിനെ വാച്ച് ഓവർ ചെയ്യുമായിരുന്നു. ഇതിനെ ശത്രുവിനെ തകർക്കുവാൻ കഴിയാതെ ഈ ദൈവം തന്നെ ഇസ്രായേലിന്റെ പരിചയും പലകയും കോട്ടയുമായിരുന്നു. അവനോട് യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ലായിരുന്നു. മൂല്യശോഷണം സംഭവിച്ചപ്പോൾ പരാജയങ്ങൾ സംഭവിച്ചു. സഭ പിളരുവാൻ തുടങ്ങി. സഭ വർദ്ധിക്കുവാൻ കഴിയാതെയായി. ഹല്ലേലൂയ. ജനം റിവൈവലിലേക്ക് കടന്നു വരുവാൻ കഴിയാതെയായി. ആത്മമണ്ഡലം ലോക്ക് ചെയ്യപ്പെട്ടു. കാരണം മഹത്വം സഭയുണ്ട്, പേരുകെട്ട മിനിസ്റ്റേഴ്സ് ഉണ്ട്. എൻ്റെ അഭിഷക്തന്മാരെ, കൊന്നോർത്തുള്ള ദൈവാസന്മാരെ ഞാൻ എന്നും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് കേട്ടോ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വാചകം എന്താണെന്നറിയോ? കർത്താവേ, എൻ്റെ പട്ടണത്തോട് ക്ഷമിക്കണമേ. എൻ്റെ പട്ടണത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച അഭിഷക്തന്മാരോട് ക്ഷമിക്കണമേ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനടക്കമുള്ള അഭിഷക്തന്മാരോട് ക്ഷമിക്കണമേ. എൻ്റെ പട്ടണത്തിലെ ദൈവജനത്തോട് ക്ഷമിക്കണമേ. ക്ഷമ പറഞ്ഞുകൊണ്ട് എൻ്റെ പട്ടണത്തിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇന്ന് പകലിൽ കുന്നംകുളം ദേശമേ, അങ്ങനെ ഒരു പ്രാർത്ഥന നീ തുടങ്ങിയാൽ നിന്റെ പട്ടണത്തിന്റെ സ്ഥിതിഗതികൾ, നിന്റെ ആത്മമണ്ഡലത്തിന്റെ സ്ഥിതിഗതികൾ മാറുവാൻ തുടങ്ങുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീരന്മാർ പട്ടണത്തിൽ എഴുന്നേൽക്കട്ടെ. വിശുദ്ധ സഹോദരിമാർ എഴുന്നേൽക്കട്ടെ. വിശുദ്ധ സഹോദരന്മാർ എഴുന്നേൽക്കട്ടെ. വിശുദ്ധ അഭിഷക്തന്മാർ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ, പാപത്തിന് അനുകൂല സാഹചര്യം കിട്ടുമ്പോൾ അതിൽ വീഴുവാൻ ഏൽപ്പിച്ചു കൊടുക്കാത്ത, വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്ന അഭിഷക്തന്മാർ പുറത്തു വരട്ടെ. It is not season of entertainment. It is a season of God's great move. It's a great move of God. ഇത് ദൈവത്തിന്റെ ശക്തിയേറിയ ഒരു മൂവിന്റെ സീസണാണ്. അതുകൊണ്ട് ദൈവം തന്റെ വചനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നവരെ വെച്ച് ദൈവം അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, രാജ്യത്തിൽ നിന്നെ വെച്ച് ദൈവം ഒരു സൂപ്പർനാച്ചുറൽ മൂവ് സ്റ്റാർട്ട് ചെയ്യുവാൻ പോവുകയാണ്. ഒരു തോമസ് നിന്നെ കർത്താവ് കാണിക്കുന്നു. നിന്റെ മിനിസ്ട്രി, നീ വേറൊരു രാജ്യത്താണ്. നിന്റെ മിനിസ്ട്രി നീ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സീസണിലേക്ക് എത്തിയിരിക്കുന്നു. നീ തുടങ്ങുവാൻ പോകുന്നു. എന്നെ എബനേസർ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി കരുതും. ഈ പേര് റിലേറ്റഡ് ആയിരിക്കും നിന്റെ ജീവിതത്തിൽ.
ഇതൊരു ഭയങ്കര ദൈവ പ്രവൃത്തിയുടെ സീസൺ ആകുന്നു. ഒക്ടോബർ കഴിയുമ്പോൾ നിന്റെ ചില പേപ്പറുകൾ സാങ്ഷൻ ആകുന്ന ആത്മാവിനെ കാണിക്കുന്നു. കോണ്ടാക്ട് ചെയ്യുക. ഇത് നിന്നോടുള്ള പ്രവചന ശബ്ദമാണെങ്കിൽ. ഈ മഹത്വം ഇറങ്ങിപ്പോയപ്പോ ഇതിനടിച്ചോണ്ട് പോയവൻ ഈ മഹത്വത്തെ എടുത്ത് അവൻ ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. ഞാൻ ഈ വേർഡ് വായിച്ചപ്പോ അവന്റെ ചിന്താഗതി ഒരു ദൈവത്തിന്റെ ശക്തി കൂടെ പുള്ളിക്ക് കിട്ടി. അപ്പോ ഇസ്രായേലിന്റെ പെട്ടകം വെച്ചപ്പോ പുറമ്പൊന്ന് നോക്കുമ്പോ ഇസ്രായേലിന്റെ പെട്ടകം ഇരിക്കുന്നു. പുറമൊന്ന് നോക്കുമ്പോ യഹോവയുടെ പേരും നല്ല പേരും സെറ്റപ്പ് എല്ലാം അവിടെ ഉണ്ട്. പെട്ടകം ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ അതിന്റെ പുറകിലെ ദാഗോന്റെ ചില പരിപാടികൾ എന്നെ കർത്താവ് കാണിച്ചത്. ഈ പട്ടണത്തിന്റെ അകത്ത് അങ്ങനെയുള്ള ചില ഇടത്തെ ഞാൻ വലിച്ച് പുറത്തിടും. എന്റെ നാമത്തെ, എന്റെ പട്ടണത്തെ മുന്നിൽ വെച്ച് അതിന്റെ പുറകിൽ അന്യാരാധന സേവ ചെയ്യുന്ന, ആഭിചാര സേവ ചെയ്യുന്ന ചിലതിനെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് നിന്നോടുകൂടെ നിർത്തുന്ന പല പിശാച്. ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് നിന്റെ ആ പെട്ടിക്കടയിൽ കൊണ്ടുവരുന്ന പല പിശാച് സകലത്തിനും പിടിച്ച് പുറത്ത് പരിശുദ്ധാത്മാവ്. ആത്മാവിനോട് പറഞ്ഞു, നീ പട്ടണത്തോട് പ്രവചിക്കണം. ഇങ്ങനെയുള്ള ചിലതിനെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ പോകുകയാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മമണ്ഡലത്തിൽ അശുദ്ധനും വിശുദ്ധനും വേർതിരിക്കുന്ന ഒരു സീസൺ ഇത് തുറന്നു വരുന്നു. നമ്മൾ ഇതിനൊക്കെ അനുകൂലം നിലപാട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവനൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആരെയും കണ്ടുകൊണ്ടല്ല പറയുന്നത് കേട്ടോ. കുഴപ്പമില്ലാന്ന്, അങ്ങനെ ആയിരിക്കത്തില്ല, അങ്ങനെ നല്ലായിരിക്കാം. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു, നീ വേർഡ് വായിച്ച ആരാണ് ഇപ്പൊ മുന്നിലിരിക്കുന്ന യഹോവയുടെ പെട്ടകം. ഇസ്രായേലിക്ക് സിമ്പിളായി വന്ന് വർഷിപ്പ് ചെയ്യാൻ കഴിയും. നീ ഇവന്റെ പെട്ടകത്തിന്റെ പുറകിലോട്ടൊന്ന് നോക്കിയേ, അവിടെ മറ്റേ പരിപാടികൾ നടക്കും. യെഗസ്കേലിന്റെ പുസ്തകം കഴിഞ്ഞ ദിവസം മുഴുവൻ ഞാൻ വായിക്കുകയായിരുന്നു. കർത്താവിനോട് പറഞ്ഞു, നീ പ്രവാചകന്മാരോട് പ്രവചിച്ചു പറയേണ്ടതെന്നാൽ, നീ പുരോഹിതന്മാരോട് പ്രവചിക്കേണ്ടതെന്നാൽ. ഹൃദയം തകർന്ന് യെഗസ്കേൽ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇസ്രായേലിലെ അശുദ്ധിയെ പ്രവാചകനെ ദൈവം കാണിച്ചു കൊടുത്തു. അകത്തളത്തിലുള്ള ആർട്ട് വർക്കുകൾ, അവർ ചെയ്തു വച്ചിരിക്കുന്ന ക്രിയകളെല്ലാം യെഗസ്കേലിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. മലിനമാക്കിയിരിക്കുന്നു എന്റെ സഭയെ, എന്റെ പട്ടണത്തെ, എന്റെ ദേശത്തെ. ഞാനിതിന് പകരം ചോദിക്കും, ഞാനിതിനെ മടക്കി കൊണ്ടുവരും. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, ദൈവസഭയിൽ പെട്ടെന്നുള്ള ഒരു എഡിഫിക്കേഷൻ നടക്കുവാൻ പോകുകയാണ്. ഒരു ഭയം സംഭവിക്കുവാൻ പോകുന്നു. ഞാൻ കാണുന്നു 4 ചിറകുകളുള്ള ഒരു ജീവി ഇറങ്ങി വരുന്നത് ആത്മാവിനെ കാണിക്കുന്നു. അവന്റെ കയ്യിൽ ഒരു തലക്കോരികയുണ്ട്.
അതിൽ നിന്ന് ചിലത് വിതർന്ന് തന്നെ കാണിക്കുന്നു. പി പി എന്നൊരു ലെറ്റർ കർത്താവ് കാണിക്കുന്നു. ഇതിനോട് റിലേറ്റഡ് ആയി കിടക്കുന്ന, പി എന്ന് റിലേറ്റഡ് ആയി കിടക്കുന്ന, കുന്നംകുളത്തോട് റിലേറ്റഡ് ആയി കിടക്കുന്ന ചില ദേശങ്ങളിൽ ഒരു ഭയങ്കര മറിച്ചിടൽ നടക്കും. തിരിഞ്ഞു വരും, ഭൂകമ്പങ്ങൾ സംഭവിക്കും, ഭൂമി ഷൈക്കാവുന്ന ആത്മാവിനെ കാണിക്കുന്നു. ഈ ദൂതൻ മൂവ് ചെയ്ത് ഈ ദൂതനോട് കൂടെ വേറൊരു ചുവന്ന ഒരു റോപ്പ് അണിഞ്ഞ ദൂതൻ കണക്റ്റായി നിൽക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ഈ ദൂതൻ പറയുന്നു, ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിറ്റികളെ സന്ദർശിക്കുവാൻ പോകുന്നു. പായപ്പിള്ളി അങ്ങനെയുള്ള ചില സ്ഥലം മൂവ് ആകാൻ പോകുന്നു. ഭയങ്കര മൂവ് ഈ കുന്നംകുളത്തോട് റിലേറ്റഡ് ആയിട്ടുള്ള ഷൈക്കുകൾ സംഭവിക്കുന്ന ആത്മാവിനെ കാണിക്കുന്നു. ഓ, ഇതിന്റെ ഗ്രാഫിൽ ഇതുവരെ കാണിക്കാത്ത ഒരു ഉയർന്ന മെഷർ റെക്കോർഡ് ചെയ്യുന്ന ആത്മാവിനെ കാണിക്കുന്നു. ഈ ചുവന്ന റോപ്പുള്ള ദൂതൻ ഈ 4 ചിറകുകളുള്ള ഈ ജീവിയോട് കണക്ട് ആയി കഴിഞ്ഞപ്പോൾ ആത്മാവിനെ കാണിക്കുന്നു, വരിക, പുരോഹിത വർഗത്തെ സന്ദർശിക്കുക എന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. പുരോഹിത വർഗത്തെ സന്ദർശിക്കുക എന്നൊരു ശബ്ദം ആത്മാവിനെ കേൾപ്പിക്കുന്നു. ഈ ശബ്ദം പുരോഹിത വർഗത്തെ തൊടുന്നത് ആത്മാവിനെ കാണിക്കുന്നു. തീ പൊള്ളൽ ഏൽക്കുന്നത് പോലെ പ്രകൃതിയുടെ ചില വിഷയങ്ങൾ കാരണം ഒരു ഭയങ്കര ഇഷ്യൂസുകൾ ഈ ചുവന്ന റോപ്പ് ധരിച്ച ഈ ദൂതൻ മുഖാന്തരം കേരളത്തിന്റെ നാനാ ദിക്കുകളിൽ സംഭവിക്കുന്ന ആത്മാവിനെ കാണിക്കുന്നു. സോദോമിനെ തൊട്ടതുപോലെ ഞാൻ കുന്നംകുളത്തെ തൊടും. ഞാൻ ഇതിനെ പ്യൂരിഫൈ ചെയ്യും. കണക്ട് ആവുക കേട്ടോ, കണക്ട് ആവുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ നടക്കുമെന്നായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്ത് അത്ഭുതം നടക്കുവാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ നടക്കുവാൻ പോവുകയാണ്. അതിനപ്പുറത്ത് ഇവനെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. മുൻപിൽ യഹോവയുടെ പട്ടണം കണ്ടാൽ ആരാധിച്ചാൽ കുഴപ്പമില്ലാതെ തോന്നുന്ന വിധത്തിലുള്ള ആവരണം ഫ്രണ്ടിലുണ്ട്. പക്ഷെ പുറകിലുള്ളതെല്ലാം ആഭിചാരത്തിന്റെ ശക്തികളാണ്. ആഭിചാരത്തിന്റെ ശക്തികളെ സ്വർഗം ന്യായം വിധിക്കുമെന്ന് പറയും. ഇതിനെതിരെ എന്നാ നീ പോയി എഴുതിയാലും, എന്നാ നീ എന്നെ കല്ലെറിഞ്ഞാലും, Is I a prophet of God? ഇത് ഈ പട്ടണത്തിൽ സംഭവിച്ചിരിക്കും. ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ ഈ വർഷം വിടുന്നതിന് മുമ്പ് ഒരു ഭയങ്കര ഷെയ്ക്ക് ഈ പട്ടണത്തിൽ ഉണ്ടാകും. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. നീ അവിടെ കൊണ്ടുവച്ചാ നീ ചിന്തിച്ച എന്നും അത് അവിടെ ഇരിക്കുവാണെന്ന് ചിന്തിച്ച ഈ മഹത്വത്തിന് ഒരു ശക്തി ഉണ്ട് കേട്ടോ. നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ അടുത്ത് നിന്ന് അയൽവാസിയുടെ വീട്ടിലോട്ട് പോകുന്നു. നിനക്ക് വേണ്ടെങ്കിൽ
നിന്റെ കൂട്ടുകാരനായ ശുശ്രൂഷകന്റെ മേലേക്ക് ഈ മഹത്വം പോകും. നിന്റെ അടുത്ത രാജ്യത്തേക്ക് ഈ മഹത്വം പോകും. പക്ഷെ നീ തയ്യാറാവണം ഈ മഹത്വത്തെ സ്വീകരിപ്പാൻ. ഹല്ലേലൂയ. ഈ ഇറങ്ങിപ്പോയ മഹത്വം ഇത് മഹത്വമായതുകൊണ്ട്, ശക്തി വെളിപ്പെടുത്താൻ കഴിവുള്ളതായതുകൊണ്ട്, ഏദോമ്യരുടെയും ഭാഷാന്യരുടെയും എല്ലാവരുടെയും ഇടത്ത് ഇത് ഭയങ്കര സംഹാരങ്ങൾ, രോഗങ്ങൾ ഉണ്ടാക്കി. രോഗങ്ങൾ ഒരു പ്രശ്നം വെച്ച് നോക്കിയപ്പോ മനസ്സിലായി, ഈ പെട്ടകമാണ് പ്രശ്നം. ഈ പെട്ടകം ശക്തിയുള്ളതായതുകൊണ്ട് ഇതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള വിശുദ്ധി നമുക്കില്ലാത്തതുകൊണ്ടും നമ്മുടെ സ്ഥലത്തിനില്ലാത്തതുകൊണ്ടും ഇതിനെ മടക്കി വിടുക. എന്നെ കർത്താവ് പറഞ്ഞത്, ഈ ഇറങ്ങിപ്പോയ മഹത്വം സ്വയമേ പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. കുന്നംകുളത്തു നിന്ന് ഇറങ്ങിപ്പോയ മഹത്വം സ്വയമേ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇതോ മടങ്ങി വരുന്നു, മടങ്ങി വരുന്നു. ആരും അതിനെ മടക്കി കൊണ്ടുവരുവാൻ ഇല്ലാതിരിക്കെ അത് അതിന്റെ ശക്തിയെ വെളിപ്പെടുത്തി മടക്കി കൊണ്ടുവന്നു. ഇതുകൂടെ എൻ്റെ അകത്ത് പറയാനുണ്ട് കേട്ടോ. എന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് പറഞ്ഞു, ഈ ദാഗോൻ അവിടെ കൊണ്ടുവച്ചു. ദാഗോന് ക്ഷേത്രത്തിൽ ഇത് കൊണ്ടുവച്ചു. ഈ മഹത്വ ശക്തി വെളിപ്പെടുത്തി ദാഗോന്റെ ബിംബത്തെല്ലാം തകർത്ത് കളഞ്ഞു. അതെല്ലാം നമുക്കറിയാം, ചരിത്രമാണ്. ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നെ കർത്താവ് പറഞ്ഞത്, ഈ മഹത്വത്തെ അശുദ്ധമായിടത്ത് നീ പ്ലേസ് ചെയ്യാൻ നോക്കിയാൽ നിന്റെ ലൈഫും നിന്റെ തലമുറയുടെ ലൈഫും പോകും. നെബൂഖദ്നേസർ രാജാവ് ആലയത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട ചില പാത്രങ്ങളെ പൊക്കി, പെട്ടകത്തിലും പെട്ടകത്തോട് ചേർന്നൊക്കെ ഇരിക്കേണ്ട പാത്രങ്ങള് ഭണ്ഡാരങ്ങളിൽ നിന്ന് പൊക്കി, എന്നിട്ട് അവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. എവിടെ കൊണ്ടുവച്ചു? അവന്റെ ദേവന്റെ. അവന്റെ ഒക്കെ ധാരണ, ഇത് കൊണ്ടുവച്ച ഈ ദൈവത്തിന്റെ ശക്തി എനിക്ക് കിട്ടും. പലരും ശക്തി ആർജിക്കാനാണ് മറ്റു പണികൾക്കൊക്കെ പോയിട്ട് വരുന്നത്. പല അമ്പലങ്ങൾ പലയിടത്തും പോയി ശക്തി ആർജിച്ചു വന്ന് യഹോവയുടെ പെട്ടകത്തിന് മുന്നിൽ വെച്ച് ഇങ്ങനെ ശക്തി വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ അല്ലാണ്ട് പറയുന്നത്, ഞാൻ പട്ടണത്തെ ഇങ്ങനെ ഇത് വെച്ച് അവനെ കുഴപ്പമില്ല. ദാരിയോസ് രാജാവ് പോയി, ബാബിലോൺ രാജാവ് പോയി, അവന്റെ മകൻ ദാരിയാവേശം അവൻ വന്നു. മകൻ വന്നപ്പോ ഒരു ദിവസം അടിച്ച് വീലായിരിക്കണം, നമ്മുടെ നാട്ടൻ ഭാഷയിൽ പറഞ്ഞ ഇരിക്കുമ്പോ, എവിടെ യഹോവയുടെ വിശുദ്ധ പാത്രങ്ങളെ കൊണ്ടുവരട്ടെ, ഞാൻ അതിലൊന്ന്. അപ്പൻ ഇത് ഇവിടെ കൊണ്ടുവച്ച് ശക്തി ആർജിക്കാൻ നോക്കിയപ്പോൾ അപ്പൻ ചിന്തിച്ചില്ല, അപ്പൻ കൊണ്ടുവച്ചത് തലമുറയ്ക്കുള്ള പണിയാണെന്ന്. ഇവൻ അതെടുത്ത് അശുദ്ധമായി കൈകാര്യം ചെയ്തപ്പോൾ അന്ന് രാത്രി കൽദായ രാജാവായ ദാരിയാവേശ് കൊല്ലപ്പെട്ടു. ഞാൻ ചോദിച്ചു, കർത്താവ് ഈ മനുഷ്യൻ വേണ്ട, നിന്റെ അപ്പൻ എന്റെ വിശുദ്ധമായതിനെടുത്ത് അശുദ്ധി കൊണ്ടുവച്ചു. ശക്തി ആർജിക്കാനും പണം പെരുപ്പിക്കാനും അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും അവന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുവച്ചു. സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ബാക്ക്ഡോറിൽ അശുദ്ധ മാർഗങ്ങൾ ചെയ്യുന്നവര്, അഭിഷക്തന്, ശുശ്രൂഷകന്, വിശ്വാസിയെ കൽദായ രാജാവ് അന്ന് രാത്രിയിൽ കൊല്ലപ്പെട്ടത് നീ ഓർക്കുക. അപ്പൻ ചെയ്തു വെച്ചത് തലമുറയെ ബാധിച്ചു.
ഇന്ന് രാത്രിയിൽ പട്ടണത്തിൽ ചിലതിനെ കർത്താവ് ബാധിക്കും. കാരണം ഇത് ദൈവത്തിന്റെ സീസണാണ്. മഹത്വം വെളിപ്പെടേണ്ട സീസണാണ്. ഈ മഹത്വത്തിനൊരു സ്വഭാവമുണ്ട്. ഈ മഹത്വം അതിന്റെ ശക്തി വെളിപ്പെടുത്തും. 62 എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക. ഇന്ന് പ്രസംഗിക്കാൻ സമയമില്ല. Praise the Lord. Hallelujah. Hal branti parushi marushi prona kaiprona sagidia prani toliba sete. ഇങ്ങനെ ഈ മഹത്വം പോകുന്നിടത്തുള്ള അത്ഭുതങ്ങൾ ചെയ്തു, ശക്തി വെളിപ്പെടുത്തി. അപ്പൊ ഇസ്രായേലിലേക്ക് ഈ മഹത്വം തന്റെ ശക്തി താൻ തന്നെ വെളിപ്പെടുത്തി. യഹോവ തന്നെ തീരുമാനമെടുത്ത് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. ഇത് മടങ്ങി വന്നപ്പോൾ അവിടെ കണ്ടത് ഇസ്രായേൽ വലിയൊരു സംഹാരമുണ്ടായി. ഒന്ന് ശമൂവേലിന്റെ 7 കാണുന്നത് 6-ാം അധ്യായത്തിലൊക്കെ കാണുന്നത് ബത്ശേമെർ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു ഗ്രൂപ്പ് 50,070 പേർ 50,070 പേർ സംഹരിക്കപ്പെട്ടു. എന്താ സംഭവിച്ചത് നോക്കിയാ, ഈ മഹത്വത്തെ അവർ നോക്കി. ഇസ്രായേലിലേക്ക് മടങ്ങി വന്ന ഈ മഹത്വത്തെ നോക്കിയപ്പോൾ 50,070 പേർ സ്വന്തം രാജ്യത്ത് ദേശത്ത് കൊല്ലപ്പെട്ടു. കർത്താവിനോട് പറയുന്നത്, ഈ മഹത്വം മടങ്ങി വരുമ്പോ ചിലത് മാറ്റപ്പെടും. ഇത് അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു, ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അവിടെയൊക്കെ ബ്ലെസ്സിംഗ് ആയിരുന്നു കേട്ടോ, അവരെ വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നു. ഈ മഹത്വം പ്രശ്നക്കാരൻ എന്നല്ല അർത്ഥം. ഈ മഹത്വം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നീ മഹത്വത്തോടു കൂടെ ചേർന്ന് നിന്നാൽ, വിശുദ്ധിയോടുകൂടെ നിന്നാൽ, നിന്റെ കുടുംബം ഒരു അത്ഭുതമായിരിക്കും. നീ ഒരു അത്ഭുതമായിരിക്കും. നിന്റെ സഭ ഒരു അത്ഭുതമായിരിക്കും. നിന്റെ ശുശ്രൂഷ ഒരു അത്ഭുതമായിരിക്കും. നിന്റെ തലമുറ ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ വ്യക്തി ജീവിതം ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഈ മഹത്വം മടങ്ങി വന്നു. ഇസ്രായേലിലേക്ക് മടങ്ങി വന്ന മഹത്വം. പിന്നെ എന്റെ കർത്താവ് കാണിച്ച ലൂക്കോസ് സുവിശേഷം ആ വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേലിന്റെ മഹത്വം എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പോൾ ഈ പുതിയ നിയമകാലഘട്ടത്തിൽ ഈ മഹത്വം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു. അത് നിന്റെ അകത്ത് വെച്ച് തന്നിരിക്കുകയാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ഈ മഹത്വത്തെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ദൗത്യം. ഈ മഹത്വം ക്യാരി ചെയ്തതുകൊണ്ടാണ് ചന്ത പ്ലേസിൽ പത്രോസും യോഹന്നാനും നടന്നപ്പോൾ അവരുടെ നിഴലുകൾ തട്ടി. ഇത് അവരുടെ നിഴലല്ല, അവരുടെ മേൽ അധിവസിച്ച ദൈവത്തിന്റെ മഹത്വത്തിന്റെ നിഴൽ. ഇന്ന് പകലിൽ അത് നിന്റെ മേൽ സ്വർഗം വയ്ക്കുവാൻ പോവുകയാണ്. നിന്റെ മേൽ ഈ മഹത്വം കൊണ്ട് നീ നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകാവൂ. നിന്റെ ഭവനത്തിൽ വലിയ മഹത്വം, ഈ മഹത്വം കൊണ്ട് മടങ്ങി പോകാവൂ. വലിയ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് സ്വർഗം ചെയ്യുവാൻ പോകുന്നു. ഈ മഹത്വം ക്യാരി ചെയ്യുന്ന ഒരു തലമുറ എഴുന്നേൽക്കുവാൻ പോകുന്നു.
ഈ മഹത്വം നിങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ രോഗിയാണോ? ഇപ്പോൾ ആ രോഗത്തിന് മേൽ ഈ മഹത്വം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ശുശ്രൂഷയിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനകളിൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. കാരണം ഈ മഹത്വം ദൈവം പട്ടണത്തിൽ മടക്കി കൊണ്ടുവരുവാൻ സ്വയമേ തീരുമാനം എടുത്തിരിക്കുന്നു. ആരതിനെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അങ്ങനെ മഹത്വം ഇസ്രായേലിലേക്ക് മടങ്ങി. ദാവീദിന്റെ കാലത്ത് അതിനെ മടക്കി കൊണ്ടുവന്നൊക്കെ എനിക്കറിയാം. എനിക്ക് നാം പുതിയ നിയമവിശ്വാസികളായതുകൊണ്ട് ഈ മഹത്വം ക്രിസ്തു യേശു തന്നെയാണ്. അവൻ തന്നെയാണ് അത് നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ഭാഗം കർത്താവിനോട് ചോദിച്ചത് എങ്ങനെയാണ്, കർത്താവേ, ഈ മഹത്വം എൻ്റെ പട്ടണത്തിലേക്ക് മടക്കി കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചോദിച്ചു, കർത്താവേ, ഈ മഹത്വം എൻ്റെ ജനത്തിൻ്റെ മേൽ നീ വെച്ചാൽ എൻ്റെ ജനത്തിൻ്റെ മേൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? കർത്താവിനോട് പറഞ്ഞു, നീ യെശയ്യാ പ്രവചനം 62 എടുത്ത് വായിച്ചോ. ഈ 62 ഞാൻ നിന്റെ ജനത്തിൻ്റെ മേലും നിന്റെ പട്ടണത്തിൻ്റെ മേലും ഞാൻ ചെയ്യും. ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു, മഹത്വം നഷ്ടപ്പെട്ട് ജീവിതം പോക്കിയ ഒരു സീസൺ കഴിഞ്ഞു. പകരം മടങ്ങി വന്ന മഹത്വത്തിന്റെ സീസൺ നിന്റെ മേൽ ഇതാ തുടങ്ങിയിരിക്കുന്നു. പ്രാപിച്ചോ, നീ പ്രാപിച്ചോ, നീ പ്രാപിച്ചോ. ഇത് നിന്റെ സീസണാണ്, മഹത്വത്തിന്റെ സീസണാണ്. ഈ മഹത്വം നിന്റെ തലയിലെഴുത്തിനെ മാറ്റുവാൻ പോകുകയാണ്. ആത്മാവ് എന്നോട് പറയുന്നു, ഈ മഹത്വം നിന്റെ തലയിലെഴുത്ത് മാറ്റും. എന്നെ കർത്താവ് പറയുന്നു, 7 ജൂലൈ എത്തുമ്പോഴേക്കും നിന്റെ പല ഡോക്യുമെന്റുകളെ കർത്താവ് സെറ്റിൽ ചെയ്ത് ഈ മഹത്വം നിന്നെ പൊക്കി വേറൊരു രാജ്യത്ത് ലാൻഡ് ചെയ്യിക്കും. നീ എപ്പിസ്കോപ്പലായിട്ടുള്ള ചില ഇടങ്ങളിൽ നീ ഭയങ്കരമായി ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനമുള്ളവനായി തീരും. വേറൊരു രാജ്യം, എന്നെ കർത്താവ് പറയുന്നു, ഗൾഫ് കൺട്രീസിൽ നിന്ന് നീ അടുത്ത ഒരു രാജ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നിന്റെ അടുത്ത മൂവ് ഗൾഫ് കൺട്രീസ് ആയിരിക്കും. എന്നാൽ അത് കഴിയുമ്പോൾ വേറൊരു ഷിപ്പ് നിന്റെ മേൽ വരും. എന്ന് പറയുന്ന ലെറ്റർ കർത്താവിനെ കാണിക്കുന്നു. നീ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ. ജൂലൈ കഴിയുമ്പോൾ നിന്റെ സീസൺ ചേഞ്ച് ആവും. നീ പ്രാർത്ഥിച്ചോ. ഈ മഹത്വത്തോടു കൂടി നീ ചേർന്ന് നിന്നോ. നിന്റെ ഭവനത്തിന്റെ അകത്ത് നിന്റെ പിതാവിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കർത്താവ് തൊടും. ജാതികളിൽ നിന്ന് ഒരു ഭയങ്കര മൂവ് നടക്കുമ്പോൾ അതിൽ നിന്റെ പിതാവിന്റെ കുടുംബക്കാരുണ്ടായിരിക്കും. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി തയ്യാറായിരിക്കും. മറ്റൊരു രാജ്യം, ഞാനൊരു 10 മിനിറ്റിന്റെ അകത്ത് ചില പ്രവചന ശബ്ദം നിങ്ങളുടെ മേൽ കർത്താവിനോട് പറഞ്ഞു, ഈ മഹത്വം
ഞാൻ എൻ്റെ പഠനത്തെ മടക്കി വരുത്തും കേട്ടോ. ഞാൻ എന്താ പറയാ, മലിനമാക്കപ്പെട്ട ചിലയിടത്തെ ഞാൻ നിർമ്മലീകരിക്കും. എന്നിട്ട് എൻ്റെ മഹത്വം മടക്കി വരുത്തും. ഈ മടക്കി വരുന്ന മഹത്വം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. കഴിഞ്ഞ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, കുന്നംകുളത്തിന്റെ ഹിസ്റ്ററി ഇതുവരെ കാണാത്ത ഒരു റിവൈവൽ കുന്നംകുളത്തിന്റെ മേൽ സ്വർഗം തുറക്കും. വണ്ടികൾ വാടകയ്ക്കെടുത്ത് ആരാധനയ്ക്ക് കടന്നു വരുന്ന ഒരു മാൻഡൽ കുന്നംകുളത്തിന്റെ മേൽ തുറക്കും. അയൽ പട്ടണങ്ങളിൽ നിന്ന്, ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് ഒരു ഭയങ്കര കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തു കെട്ടി കിടക്കുന്ന മീറ്റിംഗിന്റെ ഹാള് തുറക്കുന്ന സമയത്തിന് മുൻപേ, ആവേശമല്ല കേട്ടോ, ഈ പട്ടണത്തിൽ ജനം തയ്യാറായി നിൽക്കും. ഇപ്പോൾ ഇതിന്റെ അവസ്ഥ, മണിക്കൂർ ഒന്ന് കഴിഞ്ഞാലും ഒരിടത്തും ആൾക്കാർ കയറത്തില്ല. എന്നാൽ കർത്താവിനോട് പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം പട്ടണത്തിലേക്ക് മടക്കി വരുത്തി കഴിയുമ്പോൾ ഈ മഹത്വത്തിലേക്ക് ജനം അട്രാക്റ്റഡ് ആകും. ഭയങ്കര ഹീലിംഗ് ഇറ ഈ പട്ടണത്തിൽ ദൈവം തുറക്കും. ജാതികളിൽ നിന്ന് വലിയ കൂട്ടം പട്ടണത്തിലേക്ക് തള്ളിക്കയറും, ആരാധനയിലേക്ക് തള്ളിക്കയറും. നാല് മാസങ്ങൾക്കകത്ത് ദൈവദാസനെ, നിങ്ങളുടെ മേൽ ദൈവം പുതിയ തുടക്കം വയ്ക്കും. പൗലോസ് തന്നെ കടിച്ച അണലിയെ കുടഞ്ഞു കളയുന്ന പോലെ നിന്നെ ദ്രോഹിച്ച ചില വിഷയത്തെ നീ കുടഞ്ഞു കളഞ്ഞ് നീ പുറത്തു വരും. നീ മെലിത്തിയിൽ കിടക്കേണ്ടവനല്ല. നിനക്ക് വേണ്ടി അശ്വിന ചിഹ്നമുള്ള ഒരു കപ്പൽ പൗലോസിന് റെഡിയായി വന്ന പോലെ ഈ 3 മാസം കഴിഞ്ഞ് 4-ാം മാസം നീ മൂവ് ആകുമ്പോൾ ഭയങ്കര ഒരു മൂവ്, ഒരു ഷിഫ്റ്റ്, അടുത്ത ഒരു തീരുമാനത്തിലേക്ക് അഭിഷക്തനെത്തും. ഒരു പുതിയ മേലാട നിന്റെ മേൽ ദൈവം അണിയിക്കും. കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തെ കർത്താവിന് ആവശ്യം. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ നിന്റെ കുടുംബത്തിലെ, നിന്റെ രക്തബന്ധങ്ങളിലെ സകലത്തിനും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ചേഞ്ച് ചെയ്യും. നീ കഴിഞ്ഞ നാളുകളിൽ ഉപേക്ഷിച്ച് പോന്ന, ഇനി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ച ചിലത് അപ്ഗ്രേഡ് ചെയ്ത് നിന്റെ കരങ്ങളിൽ ദൈവം മടക്കി തരും. പുതിയ തുടക്കങ്ങൾ സംഭവിക്കും. പുതിയ തുടക്കങ്ങൾ, ബിസിനസ്സുകൾ, പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ പോകുന്നു. അതിനൊരു പുതിയ ടൈറ്റിൽ കർത്താവിനെ കാണിക്കുന്നു, അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടത്. നീ കഴിഞ്ഞ നാളുകളിൽ റിലേറ്റഡ് ആയി നിന്ന് അസാധാരണമായ ഒരു അപ്ഗ്രേഡേഷൻ, ബിസിനസ്സുകൾ വെളിപ്പെടുവാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞു പോലും ശേഷിക്കാതെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഒരു ഭയങ്കര ഹീലിംഗ് നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് വെളിപ്പെടുന്ന ആത്മാവിനെ കാണിക്കുന്നു. ഭയങ്കര സൗഖ്യങ്ങൾ നടക്കും. സൗഖ്യങ്ങൾ പ്രാപിച്ചോ. വരും ദിവസങ്ങൾ ഇതിന്റെ അകത്ത് കയറിയ നിന്റെ വിഷയങ്ങളുമേ ഹീലിങ്ങുകളും അത്ഭുതങ്ങളും സംഭവിക്കും. എന്നെ കർത്താവ് ഒരു വാക്യം പറഞ്ഞു, യെശയ്യാവ് 62:1, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച്
ഞാൻ അടങ്ങിയിരിക്കില്ല. സിയോനും യെരൂശലേമല്ല ആലങ്കാരികമായി ദൈവത്തിൻ്റെ വാസത്തെ, ദൈവത്തിൻ്റെ ഇടത്തെ വെളിപ്പെടുത്തുന്ന, ആലങ്കാരികമായി തൻ്റെ രാജ്യത്തെ, തൻ്റെ ജനത്തെ, വിശുദ്ധന്മാരെ എല്ലാം ദൈവം എപ്പോഴൊക്കെ സംസാരിപ്പാൻ ആഗ്രഹിച്ചോ അപ്പോൾ എൻ്റെ സിയോൻ പുത്രിയെ എന്ന് പറഞ്ഞു തുടങ്ങിയ തൻ്റെ എന്താ പറയുക, സെക്യുലർ ആയിട്ടുള്ള കൺട്രിയെ സിയോൻ എന്ന് പറയുന്നു, ജനത്തെ സിയോൻ പുത്രിയെ എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ രാജ്യത്തെയും പട്ടണത്തെയും ജനത്തെയും അഭിസംബോധന ചെയ്യുവാൻ ഇസ്രയേൽ എന്ന പദവും സിയോൻ എന്ന പദവും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധ ആത്മാവിനോട് പറഞ്ഞു, നീ നിന്റെ പട്ടണത്തോട് പറയണം, നിന്റെ ജനത്തോട് പറയണം, നിന്നെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല. ദൈവം തന്റെ സൈലൻസിനെ ബ്രേക്ക് ചെയ്യുവാൻ പോകുന്നു. ദൈവം നിന്നെ കുറിച്ച് മിണ്ടാതിരിക്കുകയില്ല. കഴിഞ്ഞ നാളുകളിൽ നീ എന്ത് ചിന്തിച്ചോ? കർത്താവേ, ഇത്രയും പ്രശ്നത്തിലൂടെ ഞാൻ കടന്നുപോയി, എന്റെ കുടുംബം കടന്നുപോയി, എന്തുകൊണ്ട് നീ സൈലന്റ് ആയിരിക്കുന്നു? നീ അങ്ങനെ ചിന്തിച്ച വിഷയത്തിന്റെ മേൽ ദൈവം പറയുകയാണ്, എന്റെ ജനമേ, ഞാൻ നിന്നെ കുറിച്ച് ഇനി മിണ്ടാതെ ഇരിക്കുകയില്ല. ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുകയാണ്. അടങ്ങിയിരിക്കത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുകയാണ്. ഇന്ന് പകലിൽ പട്ടണമേ, നിനക്ക് വേണ്ടി ദൈവം ശബ്ദം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. വാഗ്ദത്തം ഉണ്ടായിട്ടും വാഗ്ദത്തം മറന്ന 430 വർഷക്കാലം ജീവിച്ച ഇസ്രായേൽ ജനത്തിന് വേണ്ടി വാഗ്ദത്തം പറഞ്ഞ കർത്താവ് നീണ്ട 430ന്റെ സൈലൻസിനെ ബ്രേക്ക് ചെയ്ത്, നിശബ്ദതയെ ബ്രേക്ക് ചെയ്ത് തന്റെ ശബ്ദം പുറത്തു കൊണ്ടുവന്നു. തന്റെ വല്ലഭത്വത്തിന്റെ ശക്തി, തന്റെ കരത്തിന്റെ ശക്തി, തന്റെ ജനത്തെ പീഡിപ്പിച്ച ഫറവോന് ശക്തികളെ ബ്രേക്ക് ചെയ്ത് പുറത്തു കൊണ്ടുവന്നു. ഇനി നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കുവാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ല എന്ന് നീ ചിന്തിച്ച സകല വിഷയത്തിന്റെ മേലും ദൈവം നിനക്ക് വേണ്ടി സംസാരിപ്പാൻ തയ്യാറായി നിൽക്കുന്നു. ഇനി ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ തയ്യാറായി നിൽക്കുക. ഹേയ് കുന്നംകുളം ദേശമേ, ദൈവത്തിന്റെ സൈലൻസിനെ ബ്രേക്ക് ചെയ്ത് ഈ പട്ടണത്തിൽ കർത്താവിനെ പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിലെ വാക്യം എൻ്റെ അകത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് തരുന്നോണ്ട് ഞാൻ പറയുകയാണ്, യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു. അവൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. അവൻ തീഷ്ണതയുള്ള ദൈവമായതുകൊണ്ട് ഇനി അവനെ അടങ്ങി ഇരിപ്പാൻ കഴിയത്തില്ല. ജനമേ, നിന്റെ മുൻപിൽ ദൈവം ചലിക്കുവാൻ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ ഇതാ ആക്റ്റീവായി. സൈലൻസിലെ ബ്രേക്ക്. ഇന്ന് പകല് നീ സൈലൻസ് ദൈവം എന്നോട് ഒന്നും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ വിഷയത്തെ നോക്കി കർത്താവ് പറയാണ്, ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവാ. നീ ചിന്തിച്ചോ ഞാൻ എന്നും മിണ്ടാതിരിക്കുമെന്ന്? യഹോവയുടെ കരം കുറുകി പോയിട്ടില്ല. ഇന്ന് പകലിൽ അവന്റെ വാക്ക് ഉവ് ഉവ് എന്നുള്ളതത്രേ. അവൻ വ്യാജം പറയുവാൻ മനുഷ്യനല്ല. അവൻ നിന്നോട്, നിന്റെ തലമുറയോട് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തരുവാൻ, പൂർത്തീകരിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അത് നിന്റെ മേൽ
നിന്റെ തലമുറയുടെ മേൽ സംഭവിക്കുന്നു. സൈലൻസ് പീരീഡ് കഴിഞ്ഞു. കർത്താവ് പറയും, സൈലൻസ് പീരീഡ് കഴിഞ്ഞു ജനമേ, ഇനി ഞാൻ ചലിക്കുവാൻ പോകുകയാണ്. എവിടെയൊക്കെ സൈലൻസ് പീരീഡ് ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തിയോ? അതിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ സംഭവിക്കുവാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് പിശാച് ചെയ്തു വെച്ച സകല പദ്ധതികളെ പൊളിച്ചു കളഞ്ഞ് ദൈവത്തിൻ്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്ന ഒരു സീസൺ ഇതാ തുറന്നു വരുന്നു. പ്രാപിച്ചോ? ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും കാണും. എന്നോട് കർത്താവ് പറഞ്ഞു, നീ ജനത്തോട് മഹത്വം മടങ്ങി വരുന്നു മാത്രമല്ല പറയേണ്ടത്, ഈ ജനത്തോട് നീ പ്രവചിക്കണം. ഈ ജനത്തോട് നീ പറയണം. എന്ത് പറയണം? എന്ത് പറയണം? എന്താണ് പറയേണ്ടത്? നീ പറയേണ്ടത്, ഞാൻ ഈ മഹത്വം മടക്കി കൊണ്ടുവരുമ്പോൾ ഈ മഹത്വത്തെ ജാതികൾ കാണും, രാജാക്കന്മാർ കാണും. നിന്റെ പട്ടണത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന മഹത്വമുണ്ടല്ലോ, നിന്റെ ചുറ്റുപാട് കാണുവാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന മഹത്വമുണ്ടല്ലോ, നിന്നെ നിന്ദിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ വിടക്കുന്നവർ, നിന്നെ തള്ളിക്കളഞ്ഞവർ കാണുവാൻ പോകുകയാണ്. കർത്താവിനോട് പറയും, ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ശത്രുക്കൾ കാണെ നിന്നെ തളച്ചു കളയുവാൻ, തളച്ചിടുവാൻ, തകർത്ത് കളയുവാൻ, ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചവന്റെ ചുറ്റും നിന്നെ കടിച്ചു കീറുവാൻ നോക്കുന്നവരുടെ നടുവിൽ യഹോവ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് നീയും നിന്റെ തലമുറയും നിന്റെ കുടുംബവും ഇതാ കാണുവാൻ പോകുകയാണ്. കാണുവാൻ പോകുകയാണ്. ദൈവം നിന്നിൽ, നിന്റെ പട്ടണത്തിൽ ചെയ്തു വെക്കുന്നത് വിസിബിൾ ആവാൻ പോവുകയാണ്. അടുത്ത റലം അതൊക്കെ അനുഭവിക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുക, നിങ്ങളത് വിശ്വസിക്കുക. ഇനി ശൂന്യം, തിക്ത എന്ന് നിന്നെ കുറിച്ച് പറയില്ല. നീ ശൂന്യമാകത്തില്ല കേട്ടോ. ശത്രു എവിടേക്ക് നിന്നെ ശൂന്യമാക്കിയോ, നിന്റെ ശുശ്രൂഷയോ, നിന്റെ ജീവിതമോ, നിന്റെ കുടുംബമോ, നിന്റെ ബിസിനസ്സോ, നിന്റെ ഏതെല്ലാം തലങ്ങളാണോ ശൂന്യമാക്കിയത് ആ ശൂന്യതകളെ മാറ്റി മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയേറിയ ആത്മാവിൻ്റെ ഒഴുക്ക് ശക്തി അത് നിന്റെ മേൽ, ശത്രു ശൂന്യമാക്കിയ സകലത്തിൻ്റെ മേൽ ഒരു പൊയ്കയായി ഇതാ തുറന്നു വരുന്നു. നിന്റെ ശൂന്യതകൾ മാറും. ശൂന്യതകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ശൂന്യതകൾ മാറട്ടെ. നിന്റെ മതിലുകളിൽ മേൽ ഞാൻ കാവൽക്കാരെ വയ്ക്കും. നിന്റെ മേലൊരു പ്രൊട്ടക്ഷൻ ഇന്നു മുതലുണ്ട്. നിന്റെ മേൽ ഒരു ഗാർഡിങ് സിസ്റ്റം ഇതാ തുറന്നു വരുവാൻ പോകുന്നു. ഏലീശയുടെ ആ ദാസൻ ഭയന്നു വിറച്ചു. അയ്യോ യജമാനനെ പറഞ്ഞു, നമുക്ക് ചുറ്റും നിൽക്കുന്ന സൈന്യത്തെ നീ കണ്ടില്ലേ? അവൻ പ്രാർത്ഥിച്ച് അവന്റെ കണ്ണ് തുറന്നു കൊടുത്തു. നോക്കുക, ശത്രു സൈന്യത്തെക്കാൾ വലിയൊരു സൈന്യം, ഗാർഡിംഗ് ഏഞ്ചൽസ് അവന്റെ ചുറ്റും നിൽക്കുന്നത് അവൻ കണ്ണുകൊണ്ട് കണ്ടു. ഇന്ന് പകലിൽ അതേ ദൈവം പറയുന്നു, നിന്നെ തകർത്ത് കളയൂ എന്ന് പറഞ്ഞവരുടെ മുൻപിൽ നിന്റെ മേൽ, നിനക്ക് ചുറ്റും ദൈവം ഒരു കാവലിന് നിർത്തുവാൻ പോകുന്നു. നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ബിസിനസിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ഗാർഡിംഗ് സിസ്റ്റം ഇതാ ആക്ടിവേറ്റ് ആകുവാൻ പോകുന്നു. ഓടിച്ചിട്ടാണ് പറയുന്നത്. കുറെ കാര്യങ്ങൾ പറയണം. അവസാന ഭാഗം പറയാണ്, ഒരു പുതിയ പേർ നിനക്ക് ലഭിക്കപ്പെടും. നീ അന്വേഷിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെടാത്ത നഗരം എന്ന് പേർ.
Hey, you are not forsaken. നീ ഉപേക്ഷിക്കപ്പെട്ടവളല്ല, നീ അന്വേഷിക്കപ്പെടാത്തവനല്ല. ചുരുക്കി നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ, നിനക്ക് ചോദിക്കാനും പറയാനും ആളുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നീ മൂവ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശത്രുവിനെ യഥേഷ്ടം നിന്നെ ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടുന്ന ആ പഴയ സീസൺ മാറി ഇപ്പോൾ നിനക്ക് ചോദിക്കാനും പറയുവാനും ഒരു ഹെവൻലി സിസ്റ്റം ഓപ്പണായി വന്നിരിക്കുന്നു. ഇനി നിനക്ക് വേണ്ടി ദൈവം ചലിക്കുവാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ പോകുകയാണ്. ഒരു പുതിയ പേർ. നീ ഉപേക്ഷിക്കപ്പെട്ടവളല്ല. അല്പകാലം നീ ഉപേക്ഷിക്കപ്പെട്ടു, എന്നാൽ ഞാൻ നിന്നെ ചേർത്തു കൊള്ളുവാൻ മനസ്സുള്ളവനാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, നീ ഉപേക്ഷിക്കപ്പെട്ട സകലത്തിലും ദൈവം നിന്നെ ചേർത്ത് കൊള്ളുവാൻ പോകുന്നു. നീ എവിടെയാണ് ഉപേക്ഷിക്കപ്പെട്ടത്? നിന്റെ രക്തബന്ധങ്ങളുടെ മധ്യത്തിൽ, നിന്റെ സഭയിൽ, നിന്റെ ചുറ്റുവട്ടത്ത് നീ ഉപേക്ഷിക്കപ്പെട്ടവോ? നിന്റെ കുടുംബത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവോ? സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളോ തള്ളിക്കളകില്ല. അപ്പനും അമ്മയും നിന്നെ മറന്നാലോ ഞാൻ നിന്നെ മറക്കില്ല. ഒരു പുതിയ സിസ്റ്റം, ഒരു പുതിയ പേര് നിനക്ക് ദൈവം നൽകി തരും. മഹത്വം, മഹത്വം, മഹത്വം. ഇതെല്ലാം നമ്മുടെ പട്ടണത്തിൽ ചെയ്യുവാൻ പോകുന്നു. ഒന്നുകൂടെ പറയട്ടെ, ഈ ജനത്തിന്റെ മേൽ ചെയ്യാൻ പോകുന്നു. ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരെ, ഞാൻ പ്രവചിക്കുന്നു, അത് നിന്റെ മേൽ ചെയ്യുവാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന് മേൽ ചെയ്യുവാൻ പോകുന്നു. നിന്റെ പട്ടണത്തിൽ ചെയ്യുവാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ ചെയ്യുവാൻ പോകുന്നു. നീ പ്രതീക്ഷിച്ച ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം, അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുന്നു. ഇത് ഭയങ്കര പ്രൊമിനൻ്റ് ആയ ടൈമാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള സമയം ആയിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ സ്പർശിക്കുവാനുള്ള സമയമാണ് കേട്ടോ. എല്ലാവരും കണ്ണുകൾ അടച്ച്, നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ച്. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം അതിനു വേണ്ടി എടുക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചിലരെ സൗഖ്യമാക്കുവാൻ പോകുന്നു. രോഗമുള്ള ഭാഗങ്ങൾ കരം വെച്ച് ഓൺലൈനിൽ കാണുന്നവർ, നിങ്ങൾ രോഗിയാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾ വീഡിയോ എപ്പോഴാണ് കാണുന്നത്, എപ്പോഴാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്, നിങ്ങൾ രോഗിയാണെന്ന് നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, രോഗമുള്ള കരത്തിൽ ഒരു ദേവസി എന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്ത് വയറ്റിൽ ഒരു ഭയങ്കരമായ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് ഭയങ്കര ഇഷ്യൂ കണ്ടെത്തിയിരിക്കുന്ന കർത്താവിനെ കാണിക്കുന്നു. കർത്താവ് ഇപ്പോൾ നിന്നെ ഹീൽ ചെയ്യും. ഈ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ എടുത്ത് വിളിക്കുക. നിങ്ങൾ ഹീലായ ടെസ്റ്റിഫൈ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ദേവസ്യ എന്ന് പറയുന്ന വ്യക്തിയുടെക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജനം, നിങ്ങൾ രോഗമുള്ള ഇടത്ത് കരമൊക്കെ എല്ലാ ഷുഗർ, എല്ലാ ഡയബറ്റീസ് സ്പിരിറ്റ്, കണ്ണുകളിൽ വ്യാപിച്ചിരിക്കുന്ന സ്പിരിറ്റ്, എല്ലാ ഡയബറ്റീസ് സ്പിരിറ്റ്, എല്ലാ ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്ത് ജനത്തിന്റെ മേൽ നിന്ന് ഇപ്പോൾ തന്നെ you spirit of diabetes out in the name of Jesus Christ, out in the name of Jesus Christ, out in the name of Jesus Christ, out in the name of Jesus Christ. സൗഖ്യം പ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ. എല്ലാ ഷുഗർ റിലേറ്റഡ് ആയി, ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള വ്രണങ്ങൾ സൗഖ്യമാകുന്നു. ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ട് കഴുത്തിൽ ഭയങ്കര ചൊറിച്ചിലുള്ള ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. കഴുത്തിൽ ഭയങ്കര ചൊറിച്ചിലുള്ള ഒരു വ്യക്തി. ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും കൈ ഉയർത്താം. ഓൺലൈനിലുള്ള വ്യക്തികൾ, ദൈവം പറയുന്നു നിങ്ങളെ ദൈവം സൗഖ്യമാക്കും. അങ്ങനെയുള്ള കഴുത്തിൽ ഭയങ്കര ചൊറിച്ചൽ, അത് ഈ ഡയബറ്റീസിനോ റിലേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ be healed.
Jesus. Every spirit of diabetes, you demon, out, out, out. ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, നടുവിന്മേൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഓ, ബാക്ക്ബോണിൽ സൗഖ്യങ്ങൾ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. I am the Lord, your healer. I am the Lord that healed thee. I am the Lord, your healer. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ആ സൗഖ്യങ്ങൾ ഇറങ്ങി ചെല്ലുന്നു. I send my word and heal your disease. I am the Lord, your healer. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ. ഞാൻ നിന്റെ സൗഖ്യദായകൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഈ വീഡിയോ കാണുന്ന ഷീല എന്ന് പറയുന്ന വ്യക്തിയുടെ മൂത്ത തലമുറയുടെ മേൽ അസാധാരണമായ സൗഖ്യം നടക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. അവന്റെ രക്തത്തിൽ ചില അണുക്കളുടെ ഭയങ്കര ഡാമേജുകളുണ്ട്. ഷീല അവരുടെ മൂത്ത കുഞ്ഞിന്റെ രക്തത്തിൽ ചില അണുക്കളുടെ ഡാമേജുകളുണ്ട്. കർത്താവിനെ കാണിക്കുന്നു. ആ കുഞ്ഞിന്റെ മേൽ ദൈവശക്തി നടക്കുന്നത്. ഇപ്പോൾ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള സകല രോഗങ്ങൾ ഹീലാകുന്നു. പ്രാപിക്കുക, 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 പ്രാപിക്കുക. You are the Lord that healed thee. You are the Lord, my healer. You are the Lord that healed thee. You are the Lord, my healer. ദാസ് എന്നൊരു പേര്, Send your word ദാസ് ഒരു സെക്കൻഡ് നെയിം and ആയിരുന്നു. heal കർത്താവ് my എനിക്ക് തരുന്നത് disease. വരും ദിവസങ്ങൾ അത് കോണ്ടാക്ട് ചെയ്യുമെന്ന് എനിക്ക് കൃത്യമായ അറിവുണ്ട്. നമ്മുടെ സൂം മീറ്റിംഗുകളിൽ അങ്ങനെ നൂറുകണക്കിന് എക്സ്പീരിയൻസുകളുണ്ട്. ഹല്ലേലൂയ. ദാസ്, ഈ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ ഒരു ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ് നിൽക്കുന്നത്. അവരുടെ സ്ഥല സംബന്ധമായി ഒരു ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. സി എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ് ആ ലെറ്റർ കർത്താവിനെ കാണിക്കുന്നത്. ഈ ദാസ് എന്ന് പറയുന്ന വ്യക്തി ഈ മെസ്സേജ് കാണുമ്പോൾ പരിശുദ്ധ ആത്മാവ് പറയുന്നു, നിന്റെ സാമ്പത്തിക മണ്ഡലത്തിന്റെ മേൽ ദൈവം ഒരു വാതിൽ തുറക്കും. നിന്റെ കുടുംബത്തിലുള്ള ചില നന്മകൾ കേസിൽ കിടക്കുന്നത്, അതിന്റെ കേസുകൾ അവസാനിച്ച് നിനക്ക് വിട്ടു തരുന്ന ഒരു സമയം ഇതാ വരുന്നു. അങ്ങനെ ചില ക്രൈസിസുകൾ സെറ്റിൽ ചെയ്യപ്പെടും. ഈ ദൂത് നീ കേൾക്കുമ്പോൾ ഈ നമ്പറിൽ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിൽ വിളിക്കുക, ടെസ്റ്റിഫൈ ചെയ്യുക, സാക്ഷ്യം അറിയിക്കുക. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ തലമുറകളുടെ വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യും. നിന്റെ മൂത്ത മകളുടെ ഭാവിയുടെ വിഷയത്തിന്റെ മേൽ കർത്താവ്
ചില യാത്രകളെ ഒരുക്കി നന്മയെ നൽകി തരുമെന്ന് ദാസ് പരിശുദ്ധ ആത്മാവ് സി എന്ന് പറയുന്ന പ്ലേസ് റിലേറ്റഡ് ആയി ആലോചന അറിയിക്കുന്നു. എന്നെ കാണുന്നവർ ഇപ്പോഴുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. സാമ്പത്തികമായ ക്രൈസിസിൽ നിങ്ങളായിരിക്കുന്നവർ കരം ഉയർത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വല്ലാത്ത കഷ്ടതയിലായിരിക്കുന്നവരുണ്ട്. ഇതിനകത്ത് കർത്താവിനോട് പറയുന്നു, ദൈവം തീഷ്ണനാകുന്ന അവന്റെ പേര്, അവൻ നാമം തീഷ്ണനാകുന്നു. തീഷ്ണതയുള്ള ദൈവം, നിനക്ക് വേണ്ടി അവൻ ചലിക്കുവാൻ പോകുന്നു. കർത്താവെ, ലോണുകൾ ലോണുകൾ കർത്താവ്, ലോണുകളുള്ള ഇഷ്യൂസുകൾ നിമിത്തം സ്ഥലം പോലും നഷ്ടപ്പെടുന്ന വിഷയങ്ങളെല്ലാം കർത്താവെ ഈ മകന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ നഷ്ടങ്ങൾ ഇവന്റെ മേൽ ലാഭമായി തീരട്ടെ. ഇവന്റെ സ്ഥലങ്ങൾ നഷ്ടപ്പെടത്തില്ല. ഇവന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒരു തുളസ് അങ്ങനെ ഒരു പേര് റിലേറ്റഡ് ആയിട്ട് നിന്റെ സ്ഥലത്തിന്റെ കച്ചവടമായിട്ട് കണക്ട് ആവും. കർത്താവിനോട് പറയും, സ്ഥല കച്ചവടമായിട്ട് ഇതൊരു അത്ഭുതമായിരിക്കും. നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. നീ ദൈവ പ്രവൃത്തി കാണുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. നിന്റെ തലമുറയ്ക്ക് വേണ്ടുന്ന വിഷയങ്ങൾ ദൈവം സെറ്റിൽ ചെയ്ത് ഒരു 6 എന്ന് പറയുന്ന ലെറ്റർ കർത്താവിനെ നിന്റെ മകനോട് റിലേറ്റഡ് ആണ്. അവന്റെ ഹയസ്റ്റ് സ്റ്റഡി ദൈവം പുതിയ വഴികളെ തുറന്നു. അടുത്ത സീസൺ നിന്റെ മകന്റെ മേലുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കും. നഷ്ടപ്പെട്ടു പോകത്തില്ല. അവന്റെ പഠനം പാതി വഴിയിൽ നിന്നു പോകത്തില്ല. അവൻ പാതി വഴിയിൽ പഠനം നിന്നു പോകത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയും. ഇതിന്റെ മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവം പരിശുദ്ധാത്മാവ് പറയുന്നു, തുളസി അങ്ങനെ ഒരു പേര് റിലേറ്റഡ് ആയിട്ട് എന്നെ കാണിക്കുന്നു. നിന്റെ സ്ഥലം നഷ്ടപ്പെട്ടു പോകത്തില്ല. പ്രൈവറ്റ് ലോണുകൾ ഇതൊന്നും നിന്നെ കാർന്ന് തിന്നത്തില്ല. നിന്റെ മേലെല്ലാം സെറ്റിൽമെന്റുകൾ നടക്കും. നീ കർത്താവിന് വേണ്ടി ദിവസങ്ങൾ ഒരുങ്ങിക്കോ. ഒരു കോടി കർത്താവ് നിന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവേ, സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ അസാധാരണമായ മിറക്കിൾസുകൾ സംഭവിക്കട്ടെ. അഭിഷക്തന്മാരുടെ മേൽ പുതിയ ചേഞ്ച് ഓവറുകൾ സംഭവിക്കട്ടെ. അടുത്ത മഹത്വയുടെ മേൽ തുറന്നു വരട്ടെ കർത്താവേ. ഇവരുടെ ശുശ്രൂഷ ഏരിയകളിലേക്ക് മടങ്ങിപ്പോകും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഈ കോയറിനെ ബ്ലസ് ചെയ്യുന്നു. ഈ മിനിസ്ട്രിയെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിനകത്ത് കണക്ട് ആയിരിക്കുന്ന മുഴുവൻ ജനം നിങ്ങൾക്ക് ദൈവമുമ്പാകെ അർപ്പിക്കാനുള്ള സ്തോത്ര വഴിപാട് നിങ്ങളുടെ കരങ്ങളിൽ ഒന്നെടുത്ത് എന്നിട്ട് ഇതിലേക്ക് സമർപ്പിച്ച് ആ നന്മ നിങ്ങളുടെ കരങ്ങളിൽ നിന്നെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരതിനകത്ത് വിതയ്ക്കുന്ന സകല വിത്തുകൾ ഒരു അസാധാരണമായ വർധനവിന് കാരണമായി തീരട്ടെ. ഇവരുടെ സാമ്പത്തിക മണ്ഡലത്തിൽ അസാധാരണമായ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ
മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെ സമൃദ്ധിയായിട്ട് കർത്താവ് അനുഗ്രഹിക്കും. ഈ അഭിഷേകത്തോട്, ഈ റിവൈവലിനോട് ചേർന്ന് നിൽക്കുക. എല്ലാ മാസവും ഇവിടെ നടക്കുന്ന ഈ പ്രൊഫറ്റിക് ഹീലിംഗ് റിവൈവൽ, ഈ ഫെലോഷിപ്പുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുക, മറ്റുള്ളവരെ കൂടെ കണക്റ്റ് ആക്കുക. ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വരികയും ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ റിമൈൻഡ് ചെയ്യിക്കുക. അങ്ങനെ വലിയ ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് നാം ഒരുമിച്ച് പട്ടണത്തിൽ ചലിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ ശബ്ദത്തോടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലായൊക്കെ പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശതറ അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. താൻ വാഴ്കയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര